ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സവിതാ മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി. നമ്മള് ശ്രീമദ് ഭാഗവതം ഒന്നാം സ്കന്ധം 4-ാമത്തെ അധ്യായം ശ്രീ നാരദ ആഗമനം എന്നുള്ള അധ്യായമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ശൗനക ഋഷി, അതായത് ഈ ഋഷിമാരിൽ പ്രമുഖനായിട്ടുള്ള, ഈ കൂടിയിരിക്കുന്ന ഇത് കേൾക്കാനായിട്ടിരിക്കുന്ന ശ്രോതാക്കളിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള, നല്ല നോളേജ് ഉള്ള, ജ്ഞാനിയായിട്ടുള്ള ശൗനക ഋഷി കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സീരീസ് ഓഫ് ചോദ്യങ്ങളാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ അത് അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മറ്റു പലരും കേട്ടതായിട്ടൊക്കെ. ആ കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് വിളമ്പുവാണ്, അല്ലേ? അവിടെ നിന്ന് ഞാനിങ്ങനെ കേട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്, വ്യാസ മഹർഷി ഇങ്ങനെ ആയിരുന്നു, സുഖബ്രഹ്മർഷി അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ശ്ലോകം 13 തൊട്ടാണല്ലോ എടുക്കേണ്ടത്, അല്ലേ? ഇന്ന് 13 തൊട്ട് നമുക്ക് ശ്ലോകങ്ങള് വേഗം നോക്കി പോകാം. 13-ാമത്തെ ശ്ലോകം. തൽസർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിംചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാത മന്യത്ര ഛാന്ദസാൽ. തൽസർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിംചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതമന്യത്ര ഛാന്ദസാൽ. ഹരേ കൃഷ്ണ സവിതാ മാതാജി. ഹരേ കൃഷ്ണ. തൽസർവം ന സമാചക്ഷ്വാ പൃഷ്ടോ യദിഹ കിഞ്ചൻ മന്യോതാം വിഷയേ വാചാം സ്നാതമന്യത്ര ഛാന്ദസാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ എഴുതിയെടുത്തത് 12 വരെ ഉള്ളു. പിന്നെ എനിക്ക് ബുക്ക് കിട്ടിയിട്ടില്ല എഴുതിയെടുക്കാനായിട്ട്. അടുത്ത പ്രാവശ്യമായിട്ട് ഞാൻ എഴുതിയെടുത്ത് വായിക്കാം. ഹരേ കൃഷ്ണ. അപ്പം പത്മ മാതാജി. ഹരേ കൃഷ്ണ. തത്സർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേതാം വിഷയേ വാചാ സ്നാതമന്യത്ര ഛാന്ദസാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 13-ാമത്തെ ശ്ലോകത്തിന്റെ പദാനുപദ തർജ്ജമ ജയശ്രീല പ്രഭുപാദ്. തൽ സർവം ന ഞങ്ങൾക്ക്, സമാചക്ഷ്വ സുവ്യക്തമായി വിശദീകരിക്കുക, പൃഷ്ടോ അന്വേഷിച്ചു, യൽ ഇഹ ഇതിൽ, കിംചന അതൊക്കെ, മന്യേ ഞങ്ങൾ വിചാരിക്കുന്നു, ത്വാം താങ്കൾ, വിഷയെ എല്ലാ വിഷയങ്ങളും, വാചാം പദങ്ങളുടെ അർത്ഥം, സ്നാതം പൂർണ്ണ പരിചിതമായി, അന്യത്ര ഒഴികെ, ഛാന്ദസാൽ വേദഭാഗം. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ചില വേദഭാഗങ്ങൾ ഒഴികെ സർവ വിഷയങ്ങളുടെയും പൊരുളിൽ താങ്കൾ വിദഗ്ധനാണെന്ന് ഞങ്ങൾക്ക് അറിവുള്ളതാണ്. ആകയാൽ ഞങ്ങൾ ഇപ്പോൾ ആരാഞ്ഞ സകല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സുവ്യക്തമായി വിശദീകരിക്കാൻ താങ്കളാൽ സാധ്യമാണ്. അപ്പോൾ ഇനി അതിന്റെ ഭാവാർത്ഥം നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. ഭാവാർത്ഥം കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേദങ്ങളും പുരാണങ്ങളും തമ്മിലുള്ള വ്യത്യാസം ബ്രാഹ്മണരും പരിവ്രാജകന്മാരും തമ്മിലുള്ളതിന് സമാനമാണ്. വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന ചില സൽക്കർമ്മ യജ്ഞങ്ങൾ നിർവഹിക്കേണ്ടവർ ബ്രാഹ്മണരാണ്. എന്നാൽ ഏവർക്കും അതീന്ദ്രിയ ജ്ഞാനം പ്രസരിപ്പിക്കുകയാണ് പരിവ്രജകന്മാർ അഥവാ പണ്ഡിത പ്രാസംഗികരുടെ ലക്ഷ്യം. വേദമന്ത്ര ഉച്ചാരണത്തിൽ ബ്രാഹ്മണരുടെ അത്രത്തോളം വിദഗ്ധരല്ല എപ്പോഴും ആചാര്യന്മാർ. അതേസമയം വേദ ആചാര അധികാരികളായ ബ്രാഹ്മണർ അണുവിടെ വ്യത്യാസമില്ലാതെ സ്വരാഖ്യാത സാമ്പ്രദായികമായി പരിശീലിക്കുന്നു. എങ്കിലും സദാ ചുറ്റി സഞ്ചരിക്കുന്ന പ്രഭാഷകരെക്കാളും അധികം പ്രാമുഖ്യം ബ്രാഹ്മണർക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരേ ലക്ഷ്യത്തെ വ്യത്യസ്തമായ രീതിയിൽ യോജിപ്പിക്കുന്നവരാകിയാൽ അവർ ഒരേ സമയം ഏകരും വിഭിന്നരുമാണ്. പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ എന്താണ് വിശദമാക്കിയിരിക്കുന്നത് അവയും വേദമന്ത്രങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. സാമവേദ
അഥർവവേദം, ഋഗ്വേദം, യജുർവേദം, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ തുടങ്ങിയ സർവ്വവേദങ്ങളും പരമപുരുഷന്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് നിർഗമിച്ചവയാണ് എന്ന് മാധ്യനിന്ന ശ്രുതിയിൽ പ്രസ്താവിച്ചിരിക്കുന്ന ശ്രീല ജീവഗോസ്വാമി അഭിപ്രായപ്പെടുന്നു. വേദമന്ത്രങ്ങൾ അധികവും പ്രണവ ഓങ്കാരത്തിൽ ആരംഭിക്കുന്നുവെന്ന ഏക വ്യത്യാസമാണുള്ളത്. മാത്രവുമല്ല, വേദമന്ത്രങ്ങളുടെ ഛന്ദോബദ്ധമായ ഉച്ചാരണത്തിന് പരിശീലനം ആവശ്യമായി തീരുന്നു. എന്നാൽ ഇവയൊക്കെ ശ്രീമദ് ഭാഗവതം വേദമന്ത്രങ്ങളെക്കാളും പ്രാമുഖ്യം കുറഞ്ഞതാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. പൂർവമായി പ്രസ്താവിച്ചതുപോലെ സർവ്വവേദങ്ങളുടെ പരിപക്വമായ ഫലമാണ് ശ്രീമദ് ഭാഗവതം എന്ന പരിലോലമായി ഉദ്ഘോഷിക്കുന്നു. മുമ്പേ തന്നെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തിയായിരുന്നിട്ടും പരമോത്കൃഷ്ടനും പരിപൂർണ മുക്താത്മാവുമായ ശ്രീ സുഖദേവ ഗോസ്വാമി ഭാഗവത അധ്യയനങ്ങളിൽ നിമഗ്നനായിരുന്നു. ശ്രീ സുഖദേവ ഗോസ്വാമിയുടെ കാലടികളെ പിന്തുടരുകയാൽ ശ്രീ സൂത ഗോസ്വാമി ഛന്ദോബദ്ധമായ വേദമന്ത്ര ഉച്ചാരണത്തിൽ വിദഗ്ധനല്ല എന്ന ഏക കാരണത്താൽ അദ്ദേഹത്തിന്റെ പദവിയെ ലെവലേശവും പ്രാമുഖ്യം കുറഞ്ഞതായി കരുതരുത്. ഛന്ദോബദ്ധമായ ഉച്ചാരണം യഥാർത്ഥ സാക്ഷാത്കാരത്തെക്കാളും അധികം പരിശീലനത്തെയാണ് അടിസ്ഥാനമാക്കുന്നത്. തത്ത പറയുന്നത് പോലെയുള്ള ഉരുവിടലിനേക്കാൾ അതിരേകമായ പ്രാധാന്യം സാക്ഷാത്കാരത്തിനാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ വളരെ വ്യക്തമാണ് ഇവിടെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നല്ലേ, ആ ഭാവാർത്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അപ്പം നമുക്ക് നോക്കാം എന്താണ്. ചില വേദഭാഗങ്ങൾ ഒഴികെ സർവ്വ വിഷയങ്ങളുടെയും പൊരുളിൽ താങ്കൾ വിദഗ്ധനാണെന്ന് ഞങ്ങൾക്ക് അറിവുള്ളതാണ്. ആരാരോട് പറഞ്ഞു? ശൗനകഋഷി സൂതഗോസ്വാമിയാണ് വ്യാസാസനത്തിൽ ഇരിക്കുന്നത്. അപ്പം സൂതഗോസ്വാമിയോട് ശൗനകഋഷി പറയുവാണ് അല്ലെ, ഇതെന്താണ് അങ്ങനെ പറഞ്ഞത്? അത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, ഇതെന്താണ് എങ്ങനെ പറഞ്ഞത്? ഒരു ആചാര്യനോട് അങ്ങനെ പറയുന്നത് ശരിയാണോ? ചില വേദഭാഗങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ താങ്കൾക്ക് നല്ല നിപുണനാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ഇതുപോലെ പ്രഭുവിന് ശ്രീമദ് ഭാഗവതത്തെ പറ്റി യാതൊന്നും അറിയില്ല, ഭഗവത്ഗീത എന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞൊരു ചോദ്യം ഉന്നയിക്കുമ്പോഴത്തേന് ആദ്യം ഞാനത് ഞെട്ടിപ്പോകത്തില്ലേ? എനിക്ക് ഒന്നും അറിയത്തില്ല എന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ചോദ്യം സൂത ഗോസ്വാമിയോട് അവര് പറയാണല്ലേ, താങ്കൾക്ക് വേദങ്ങളിൽ അത്ര നിപുണതയോ പാണ്ഡിത്യമോ ഒന്നും ഇല്ല. എന്താണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാ കാര്യത്തിലും നിപുണതയുണ്ട്, വേദങ്ങളിൽ അത്ര പ്രാമുഖ്യം ഇല്ല എന്ന്. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ആരാഞ്ഞ സകല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സുവ്യക്തമായി വിശദീകരിക്കാൻ താങ്കളാൽ സാധ്യമാണ്. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലല്ലോ അല്ലെ. അതെല്ലാം ഒരു തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടില്ലേ? സൂത ഗോസ്വാമി അല്ല, ഇവരെന്ത് ചെയ്തു? പരീക്ഷിത്ത് അവരെന്ത് ചെയ്തു? ഇവിടുന്ന് അങ്ങോട്ട് പോയോ? അവരിങ്ങോട്ട് വന്നോ? ഇങ്ങനെയൊക്കെയുള്ള പല പല ചോദ്യങ്ങളായിരുന്നു വന്നിരുന്നത് അല്ലെ. ഈ ചോദ്യങ്ങളൊന്നും വേദങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് താങ്കൾക്ക് അത് നിഷ്പ്രയാസം പറയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പൊ വേദങ്ങൾ എങ്ങനെയാണ്, വേദങ്ങളുടെ ഉദ്ഭവം എങ്ങനെയാണ് നമുക്കറിയാമല്ലോ. ഈ വേദങ്ങള് ഭഗവാൻ ആർക്കാണ് ഉപദേശിച്ചു കൊടുത്തത്? ഭഗവാൻ ആദ്യം ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തല്ലേ. ഭഗവാനിൽ നിന്ന് ബ്രഹ്മദേവന് വേദങ്ങളെല്ലാം കിട്ടി. ആ നോളജ് എങ്ങനെയാ കിട്ടിയത്? ബ്രഹ്മദേവന് വേദങ്ങൾ എഴുതി കൊടുക്കുകയാണോ ചെയ്തത്? എല്ലാം ശ്രവണത്തിൽ കൂടെയാണ് അല്ലെ. പണ്ടെല്ലാം ശ്രുതിയായിട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ വേദങ്ങളെല്ലാം ബ്രഹ്മദേവന് കിട്ടി. അപ്പൊ ബ്രഹ്മദേവന്റെ അടുക്കലും ഇങ്ങനെ മനസ്സിനകത്ത് ഈ നോളജ് മുഴുവൻ ഇരിക്കുകയാണ് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഈ വേദങ്ങള് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അത് പുനഃസൃഷ്ടിച്ചു, ബ്രഹ്മദേവനിൽ കൂടെ പുറത്തേക്ക് വന്നു. ആ വേദങ്ങളെ എന്ത് ചെയ്തു? നമ്മുടെ ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ മോഷ്ടിച്ചു. ഹയഗ്രീവൻ മോഷ്ടിച്ച് അദ്ദേഹം ഈ വേദങ്ങളും കൊണ്ട് എവിടെ ഒളിച്ചിരുന്നു? ഈ വേദങ്ങളിൽ എന്താണ് കാര്യം? വേദങ്ങളിൽ അമൂല്യമായ ജ്ഞാനമാണ് അല്ലെ. ഈ ജ്ഞാനം ഓരോ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജ്യോതിഷത്തെ പറ്റിയുള്ളതുണ്ട്, ആയുർവേദത്തെ പറ്റിയുള്ളതുണ്ട്, പലവിധം മരിക്കാതിരിക്കാനുള്ള പല അമരത്വം നേടാനുള്ള കാര്യങ്ങളുണ്ട്. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിതൃക്കന്മാർക്ക് എന്ത് ചെയ്യണം, നമ്മളെ നരകങ്ങള്, അതുപോലെ അങ്ങനെ പല പല സബ്ജക്ട് വേദങ്ങളിൽ ഇല്ലാത്ത ഒരിടത്തുമില്ല. അത്രയും വലിയ സബ്ജക്റ്റുകളാണ് അല്ലെ. ഇപ്പം ഈ എന്താണ് അഥർവവേദം പോലെയുള്ള വേദങ്ങൾ എന്താണ്? ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്, മറ്റൊരാൾക്കെതിരെ ആഭിചാരം ചെയ്യുന്നത് എങ്ങനെയാണ്, അതെല്ലാം ഈ വേദങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലെ. ഓരോ തരത്തിലുള്ള വേദങ്ങളാണ്. സത്വഗുണത്തിലും തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള വേദങ്ങളൊക്കെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഒരേ വേദത്തിൽ തന്നെ പല ഗുണങ്ങളും ഉണ്ട്.
അപ്പൊ ഈ വേദങ്ങള് ഭഗവാൻ വീണ്ടെടുത്തു, ബ്രഹ്മദേവനെ ഏൽപ്പിച്ചു. ബ്രഹ്മദേവൻ പിന്നീട് ഈ വേദങ്ങള് ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? നാരദമുനിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഈ നാരദമുനി എന്ത് ചെയ്തു? വ്യാസദേവന് കൊടുത്തപ്പോൾ, ഇത് ഉപദേശിച്ചു കൊടുത്തപ്പോഴാണ് വ്യാസദേവൻ ഇതിനെ 4ആയിട്ട് പകുത്തത്. കാര്യം അത്രയും വലിയ സബ്ജക്റ്റ് ആണല്ലേ. ഇത്രയും വലിയ സബ്ജക്റ്റ് 4 വിഭാഗങ്ങളായി പകുത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് ആക്കി തന്നതാണ് അല്ലേ. അപ്പൊ ഈ വേദങ്ങള് ഉച്ചരിക്കുന്നതിൽ, അത് പഠിക്കണതിൽ ഒരു യോഗ്യത വേണം. എന്താണ് ആ യോഗ്യത? പരമ്പരാഗതമായിട്ട് ഈ വേദങ്ങള് പഠിക്കുന്ന ഒരു ഫാമിലിയിൽ നമ്മൾ ജനിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് ഇത് പഠിക്കാനായിട്ട് ഈസി. അല്ലാത്ത ഒരു വ്യക്തിക്ക്, പുറമേ നിന്നുള്ള ഒരു വ്യക്തിക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ വേദങ്ങൾ ചെയ്യുന്ന ഓദിക്കന്മാരുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഓദിക്കന്മാരെന്നൊക്കെ പറയല്ലേ. അങ്ങനെ ഈ വേദങ്ങൾ പഠിപ്പിക്കുന്ന ഓദിക്കന്മാരുണ്ട്. അവര് എന്ത് ചെയ്യും? ഈ കൊച്ചു കുട്ടികളാകുന്ന സമയത്ത് ഉപനയനത്തിന് മുൻപേ തന്നെ ഈ വേദങ്ങൾ മുഴുവൻ ഇവരെ കൊണ്ട് പഠിപ്പിക്കും. ചെറുപ്പത്തിലെ കുട്ടികളെയൊക്കെ എന്ത് പറഞ്ഞു കൊടുത്താലും അവര് തത്തമ്മയെ പൂച്ച പോലെ പഠിക്കും. പക്ഷെ ഈ വേദങ്ങൾ പഠിക്കണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്ന ആള് എന്താണ്? ഇതുപോലെ ഇതുപോലത്തെ ഒരു ഫാമിലിയിൽ ജനിച്ച ഒരു വ്യക്തി ആയിരിക്കണം. കാര്യം അദ്ദേഹത്തിന് പൂർവികരിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിന്റെ അച്ഛനോ അമ്മാവനോ ആരെങ്കിലും ഒക്കെ ഇതിൽ പണ്ഡിതനായിരിക്കാം. അങ്ങനെ കിട്ടി അദ്ദേഹം എന്ത് ചെയ്തു? മറ്റുള്ള തലമുറകളിലേക്ക് ഇത് പകർന്നു കൊടുത്തു. അങ്ങനെ ഒരു ഓദിക്കന്റെ കീഴിൽ നിന്ന് ഈ വേദം അഭ്യസിച്ചു. വേദങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്? അത് മുഴുവൻ ഈ മീറ്ററിലായിരിക്കുന്നത്. മീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാവോ? നമ്മൾ സിനിമ പാട്ടൊക്കെ കേൾക്കുമ്പോൾ മോഹനം രാഗത്തില് ആദി താളം, അല്ലെങ്കിൽ താളം രൂപകം, അല്ലെങ്കിൽ കല്യാണി രാഗത്തിൽ എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ലേ? ഒരു രാഗവും താളവും ഒക്കെ ഉണ്ട്. ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. അതൊരു പ്രത്യേക ഇതില് നമ്മള് മലയാളത്തിലും പഠിച്ചിട്ടുണ്ട്. കുറെ വൃത്തങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വൃത്തം? ശാർദൂല വിക്രീഡിതം, പിന്നെ വേറെന്താണ്? മഞ്ചരി, കാകളി, പിന്നെ ഹരകൃഷ്ണ പ്രഭു, ഹരകൃഷ്ണ മാതാജി, ഇതുണ്ട് പ്രണാമം. മഞ്ചരി, കാകളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വൃത്തങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ ഒരു ഓർഡറിലാണ് വരുന്നത്. ഇത്ര മാത്രം 5 അക്ഷരം 3-ൽ വരുന്ന ഒരു ഗണങ്ങളെ 8 ചേർത്തുള്ളി ഈരടിക്ക് ചൊല്ലാം കാകളി എന്നു പേർ. പിന്നെ മറ്റെന്താണ്? മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാൻ അല്ലയോ, അത് അലങ്കാരമാണ്. പിന്നെ ഈ ശ്ലതകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്ത്യമാം എന്നൊക്കെ പറഞ്ഞ് 2 അക്ഷരം കുറച്ചിടിൽ. അപ്പൊ ഇതെല്ലാം എണ്ണമാണ്, ഒരു അളവാണ് പറയുന്നത് അല്ലെ. അതുപോലെ അനുഷ്ഠിപ് ഛന്ദുണ്ട്, തൃഷ്ടിപ് ഛന്ദസ് ഉണ്ട്. ഇങ്ങനെ ഛന്ദസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഈ ഛന്ദസ് ഒക്കെ ഉച്ചരിക്കണമെങ്കിൽ എന്താണ്? നമ്മളുടെ പ്രൊനൗൺസിയേഷൻ ശരിയായിരിക്കണം. നമ്മളുടെ ഈ നാവ് കൊണ്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മാറിപ്പോകും. അതായത് 2 കുത്തുകൾ കാണുന്ന ഹ്രസ്വം, ദീർഘം, ഇങ്ങനെയൊക്കെയുള്ള കുറെ മേഖലകളിൽ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് ഉച്ചരിക്കാണ്ട് വരൂ. നേരെ ചൊവ്വേ ഇത് സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിയില്ല എന്താണ്? അർത്ഥം വിപരീതമായി മാറും. ഇതിന്റെ ഒരു സീരിയസ്നെസ് നമ്മൾ ആരുടെ കഥ പഠിച്ചപ്പോഴും പറഞ്ഞു. ആർക്കാ പറയാൻ പറ്റുന്നത്? ഞാനൊരു സ്റ്റോറി പറഞ്ഞിരുന്നു. ഇത് ഈ മന്ത്രം ഹരിബോൾ മാതാജിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം ഇത് ഞാൻ 1000 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പിന്നെ ചോദിക്കുമ്പോഴത്തേ എല്ലാവരും മറന്നു പോകും. മാതാജി അത് ഓർമ്മ വെച്ചതിന് ഒരുപാട് സന്തോഷം മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് മനസ്സിലായി. അതായത് ഇന്ദ്രനെ വധിക്കണം എന്ന് പറഞ്ഞ് ഈ തൊഷ്ടാവ് എന്ന് പറഞ്ഞ ഇന്ദ്ര സഹോദരൻ ഒരു പുത്രൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് യാഗം ചെയ്തു. അപ്പോൾ അവിടെ യാഗം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നെയ്യ് ഹോമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കൃതത്തിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു. അപ്പൊ എന്താണ്? ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്ന ഒരു പുത്രനെ കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വൃത്രാസുരൻ ഉണ്ടായി. ആ യാഗാഗ്നിയിൽ നിന്ന് ഇന്ദ്രൻ വധിക്കുകയായിരുന്നു ചെയ്തല്ലേ. വൃത്രാസുരൻ ഭഗവാന്റെ പരമഭക്തനായിരുന്നെന്നും വൃത്രാസുരന്റെ സ്തുതി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഭാഗവത്തിലുള്ളത്. അത് നമ്മൾ പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഭഗവാനെ അതിന് മാത്രം പ്രകീർത്തിച്ചിട്ടുള്ള ഒരു സ്തുതിയാണത്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പൊ ഈ വേദങ്ങൾ ഉച്ചരിക്കുക അതേ രീതിയിൽ വിസർഗവും ദീർഘവും ഹ്രസ്വവും എല്ലാം ലഘു, ഗുരു എന്നൊക്കെ പറയും. ഹ്രസ്വവും ദീർഘത്തിന് ലഘു എന്നും ഗുരു എന്നും ഇതൊക്കെ പറഞ്ഞ് ഓരോ ഛന്ദസ്സിലും അടുക്കി ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല.
അല്ലേ? അത് പഠിക്കാന്ന് പറഞ്ഞു. പഠിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റാത്തതൊന്നുമില്ല. പക്ഷെ അതിന് പ്രത്യേക ഒരു ക്വാളിറ്റി വേണം. നമ്മൾ ജനിച്ച ഫാമിലിയും അതുപോലെ തന്നെ ചെറുപ്പത്തിലേ തൊട്ട് ഇതിനൊരു വാസന ഉണ്ടാകണം. അപ്പൊ അങ്ങനെ നമുക്ക് കൊച്ചു കുട്ടികൾ ഇരുന്ന് ജപിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു പ്രത്യേക ഈണത്തിൽ ഇങ്ങനെ പോയി ഏറ്റക്കുറച്ചിലും താഴ്ന്നൊക്കെ നമ്മൾ കാണാം ഈ വേദങ്ങൾ ഉച്ചരിക്കുന്ന സ്ഥലത്ത് പോകുമ്പോഴത്തേക്കിനും. അപ്പം അത് ബ്രാഹ്മണർക്കേ പറ്റുള്ളൂ. ശരിയായിട്ടുള്ള ബ്രാഹ്മണർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷുകാരൊക്കെ വേദോച്ചാരണമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അവരും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെതായ സ്കൂളുകളിൽ പോയി പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ നാവ് വഴങ്ങാത്ത കാരണം ഇത് എത്ര കണ്ട് ആ പ്രൊനൗൺസിയേഷൻ ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ നമ്മുടെ ഈ നാട്ടിലുള്ള വേദമന്ത്രം ഉച്ചരിക്കുന്ന ബ്രാഹ്മണന്മാര് ജപിക്കുന്ന അതേ ക്വാളിറ്റി പോലെ ഞാൻ രണ്ടൊന്ന് യൂട്യൂബ് കണ്ടപ്പം എനിക്ക് അങ്ങനെ തോന്നി. പക്ഷെ അതിനെ വിലയിരുത്താനായിട്ട് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളത് വിട്ടുകളഞ്ഞു. കാര്യം നമുക്ക് അതിനകത്ത് ഒരു ലൈൻ പോലും ഉച്ചരിക്കാൻ പറ്റത്തില്ല. ആ കുട്ടികളൊക്കെ ഒരുപാട് ശ്രേഷ്ഠരായ കുട്ടികളാണ്. എന്നിട്ട് ഓക്കെ. പക്ഷെ അപ്പൊ ഈ വേദങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാര്, അതുപോലെ തന്നെ സുഖദേവ് ഗോസ്വാമി, നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ ഗുരുമഹാരാജ്, ജഗപതാക സ്വാമി ഗുരുമഹാരാജ്, ശ്രീല പ്രഭുപാദര്, രൂപ ഗോസ്വാമി, ഇവരൊക്കെ ഏത് കാറ്റഗറിയിലുള്ളവരാണ്? പരിവ്രാജക ആചാര്യർ എന്ന് പറയും. പരിവ്രാജക ആചാര്യൻ എന്നുള്ള കാറ്റഗറിയിലാണ് അവരൊക്കെ വരുന്നത്. ഈ പരിവ്രാജക ആചാര്യന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഈ പ്രേമധ്വനി എന്ന് പറഞ്ഞ വൈഷ്ണവ ഗീതങ്ങൾക്കകത്ത് ഒരിതുണ്ട്. അപ്പം ജയ ഓം വിഷ്ണുപാദായ പരിവ്രാജകാചാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രേമധ്വനി വിളിക്കും. നമ്മളിങ്ങനെ നിങ്ങളൊക്കെ പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, പ്രേമധ്വനി വിളിച്ചുകൊണ്ടാണ് ആൾക്കാർ നമസ്കരിക്കുന്നത്. അപ്പൊ ആ പരിവ്രാജക ആചാര്യ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ഡീപ്പായിട്ടുള്ള ഈ വേദമന്ത്രോച്ചാരണവും അതിന്റെ പ്രൊനൗൺസിയേഷനിലും അതിലെല്ലാ മന്ത്രങ്ങൾക്കും വേദങ്ങളിലുള്ള മന്ത്രങ്ങൾക്ക് എന്താണ് മുൻപ് പ്രണവ അല്ലെങ്കിൽ ഓങ്കാരം ചേർത്താൽ മാത്രമേ അത് പവർഫുൾ ആവുള്ളൂ. അല്ലേ? പ്രണവ അല്ലെങ്കിൽ ഓങ്കാരം. പക്ഷെ നമ്മൾ പരിവ്രാജക ലെവലിലുള്ള ആൾക്കാര് എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിൽ എവിടെയാ ഓങ്കാരം ഉള്ളത്? അതുകൊണ്ടാണ് അതിനെ മഹാമന്ത്രം എന്ന് പറയുന്നത്. അല്ലെ? പ്രണവം ഇല്ലാതെ തന്നെ ശക്തിമത്തായിട്ടുള്ള മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആചാര്യ പരമ്പരകളിലുള്ള ഏതൊരാളും എന്താണ്? പരിവ്രാജക ആചാര്യ ലെവലിലുള്ളവരാണ്. അവർക്ക് എന്താണ്? ഈ വേദങ്ങളുടെ മീറ്ററോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം വേദങ്ങളുടെ എല്ലാം എന്താണ്? സാരമാണ് ഭാഗവതം. എല്ലാ വേദങ്ങളുടെയും കൂടി സംഗ്രഹമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ഓരോ വേദങ്ങളും പോയി പഠിക്കേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചു കഴിഞ്ഞാൽ. അല്ലേ? സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന ദുഗ്ധം ഗീതാമൃതം മഹത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ധ്യാന ശ്ലോകത്തിൽ കണ്ടല്ലേ, എല്ലാ വേദങ്ങളുടെയും വേദങ്ങളെ നമ്മൾ ഒരു പശുവായിട്ട് ഉപമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു പശുക്കിടാവാണ് ആയിട്ട് വരുന്നത്. ആരാണ്? അർജുനനാകുന്ന പശുക്കിടാവ് എന്ത് ചെയ്തു? പാല് കുടിക്കുന്നു. പാൽ എന്ന് പറയുന്നത് വേദാമൃതം. അത് കറവക്കാരൻ ആരാണ്? കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ എല്ലാ വേദങ്ങളെയും കറന്ന് അത് ഗീതാമൃതം ആയിട്ട് അർജുനനാകുന്ന കിടാവിന് കൊടുക്കുന്നു. അത് അങ്ങനെയാണ്. അത്രയും മനോഹരമായിട്ടാണ് നമ്മൾ ആ ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകത്തിൽ കണ്ടത്. എത്ര പേർക്ക് ധ്യാന ശ്ലോകം അറിയാം? ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകം അറിയില്ലല്ലേ? അറിയാം പ്രഭുജി, അതറിയാം. ഹരേ കൃഷ്ണ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അത് പുരാണ മുനീനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃത വർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനി അമ്പത്വാമനു സന്തതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി. അപ്പൊ അത് ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ്. ശ്രീമദ് ഭാഗവതം. അതെ അതെ. അപ്പൊ അത് ഭഗവത്ഗീതയെ പറ്റി പറയാം. ശ്രീമദ് ഭാഗവതം അതുപോലെ സർവ്വ വേദങ്ങളുടെ സാരമാണ്. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വേദങ്ങൾ ഇൻഡിവിജ്വലി പോയി പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു സ്റ്റഡി, ഗോ ആൻഡ് സ്റ്റഡി ഫോർ ദ ഇൻഡിവിജ്വൽ വേദാസ്. ഫ്രം ശ്രീമദ് ഭാഗവതം if you are studying properly, so the studying the other Vedas is not mandatory. അവിടെയുള്ള വ്യത്യാസം വേദങ്ങള് ഒക്കെ ബ്രാഹ്മണര് ത്രൂ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കായിട്ട് ഇതാണ്. ഇവിടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന പരിവ്രാജക ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാര്
പറഞ്ഞു തന്നു. അപ്പൊ ഈ ലെവലിലുള്ള ആളാണ് സൂതഗോസ്വാമി. അതുകൊണ്ടാണ് ശൗനകൃഷി പറയുന്നത് ഈ കാറ്റഗറിയിലുള്ള ആളാണ് എന്ന് പറയുന്നത്. അതായത് അവരെക്കാളും കൂടിയ ലെവലാണ് അല്ലെ. ഈ പറയുന്ന വേദങ്ങളുടെ മീറ്ററിൽ പിടിച്ച് ആ ശബ്ദത്തിലും പ്രൊണൗൺസിയേഷനിൽ 2 കുത്ത് 4 അക്ഷരം 8 അക്ഷരം ഇങ്ങനെ ഹ്രസ്വം ദീർഘം എന്നുള്ള ആ ഓർഡറിൽ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ താളവും രാഗവും ഒന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. ശ്രീമദ് ഭാഗവതം ഉള്ള ലെവൽ എന്ന് പറഞ്ഞാൽ അതിലും കൂടിയ ലെവലാണ്. അതുകൊണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്ന സൂത ഗോസ്വാമി ഈയുടെ ലെവല് ഒന്നുകൂടെ കൂടിയതായതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചോദിച്ച വിഷയങ്ങൾക്കൊക്കെ തന്നെ സൂത ഗോസ്വാമിക്ക് വളരെ നല്ല രീതിയിൽ മറുപടി തരാൻ അദ്ദേഹം പ്രാപ്തനാണ് എന്ന് ശൗനക ആദി ഋഷികൾ പറയുകയാണ് ഇവിടെ. അടുത്ത ശ്ലോകം 14. ഇപ്പം പ്രഭു മാതാജിയും കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്. നമ്മള് അവിടെ കണ്ടത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവിടെ കൂടിയിരിക്കുന്ന അതിലെ ശൗനക ഋഷി സൂത ഗോസ്വാമിയുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അങ്ങേക്ക് നിഷ്പ്രയാസം ആൻസർ പറയാൻ കഴിയും. കാര്യം അങ്ങേക്ക് ഒരു ചെറിയ വീക്ക്നെസ് ആയിട്ട് മറ്റുള്ളവർ പറയുന്നത് എന്താണ്, അങ്ങേക്ക് വേദങ്ങള് അതിലുള്ള പരിജ്ഞാനം അല്പം കുറവാണെന്നാണ്. എങ്കിലും ഞാൻ ചോദിച്ച വിഷയങ്ങള് വേദങ്ങളെ നിലനിർത്തി അല്ലെങ്കിൽ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് പറയാനായിട്ടുള്ള കാറ്റഗറിയിലുള്ളത് അല്ലാത്തത് കൊണ്ട് എന്താണ്, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറഞ്ഞത്. വേദങ്ങൾ എങ്ങനെയാണ് വന്നത്, ആ വേദങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, അത് ചൊല്ലാനായിട്ട് ആർക്കാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, വേദങ്ങളിലെ മന്ത്രം എല്ലാം പ്രണവം വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ഓങ്കാരം കഴിഞ്ഞിട്ടാണ് ഓരോ മന്ത്രം തുടങ്ങുന്നത്. നമ്മളൊക്കെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നവരാണ്. ഇത് മഹാമന്ത്രമാണ്. മറ്റുള്ള എല്ലാ മന്ത്രങ്ങളുടെയും രാജ്ഞിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. കാര്യം ഓംകാരം ഇല്ലാതെയുള്ള ഒരേ ഒരു മന്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് സോ പവർഫുൾ ആണ്. ഭഗവാൻ ഹരിയുടെ മന്ത്രവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കലിയുഗത്തില് ഭഗവാൻ ഹരിയുടെ മന്ത്രവും തമ്മിൽ യാതൊരു വ്യത്യാസവും. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് ഹിസ് നെയിം. ബോത്ത് ആർ സെയിം. ഓക്കെ, അപ്പൊ അതാണ് ഞാനിപ്പോ പറഞ്ഞെടുത്ത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 14. സൂത ഉവാചാം ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതഃ പരാശരാദ്യോഗി വാസവ്യാം കലയാ ഹരേ. സൂത ഉവാചാം ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതഃ പരാശരാദ്യോഗി വാസവ്യാം കലയാ ഹരേ. മാതാജിക്ക് പ്രഭുവിന് ആർക്കെങ്കിലും ശ്ലോകം ജപിക്കാൻ പറ്റുമോ? നോക്കിക്കേ. മൊബൈലിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ആക്കൂ മൈക്ക്. വായിക്കട്ടെ പ്രഭുജി. അല്ല, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാതാജി ഞാൻ വിളിക്കും. ഹരേ കൃഷ്ണ. സൂത ഉവാച ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയ യുഗപര്യയേ ജാതഃ പരാശരാദ്യോഗി വ്യാസവ്യം കലയാ ഹരേ. വാസവ്യാം കലയാ ഹരേ. ഓക്കെ, മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ് ഭാഗവതം അധ്യായം 4, പ്രഥമസ്കന്ധ അധ്യായം 4, ശ്ലോകം 14. സൂത ഉവാച ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതഃ പരാശരാദ്യോഗി വാസവ്യാം കലയാ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. സൂത ഉവാച ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതഃ പരാശരാദ്യോഗി വാസവ്യാം കലയാ ഹരേ. ഹരേ കൃഷ്ണ. പിന്റു പ്രഭുവിന് വായിക്കാൻ പറ്റുമോ? പറ്റും. ഹരേ കൃഷ്ണ. ദ്വാപരേ സൂത ഉവാച
हरे कृष्ण सुत उवाच द्वापरे समानुपुरप्राप्ते സമനുപ്രാപ്തേ समानुप्राप्ते तृतीय योग തൃതീയേ योग തൃതീയേ യുഗപര്യയേ तृतीय युगपर्यये ताः ജാതഃ ഉം, जातः पराशरत् योगी ഉം. भाष्यनं വാസവ്യാം വാസവ്യാം भाषव्यं कलाय हरे ഹരേ. हरे ഉം. हरे कृष्ण ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ ജയ ശ്രീലപ്രഭാത് സൂത ഗോസ്വാമി ഉവാച അരുളി ചെയ്തു. ദ്വാപരെ രണ്ടാം യുഗത്തിൽ അല്ലെങ്കിൽ ദ്വാപരയുഗം സമനുപ്രാപ്തി ആഗതമായ സമയത്ത് തൃതീയെ മൂന്നാം യുഗ പര്യയെ ആ സ്ഥാനത്ത് ജാതഹ ജനിപ്പിച്ചു ഹേതുഭൂതമാക്കി പരാശരാൽ പരാശരനാൽ യോഗി മഹാസന്യാസി വാസവ്യാം വസുപുത്രിയുടെ ഗർഭത്തിൽ കലയ പൂർണ്ണാംശത്തിൽ ഹരേ പരമദിവ്യോത്തമ പുരുഷന്റെ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് ജയ ശ്രീലപ്രഭാത്. സൂത ഗോസ്വാമി അരുളി ചെയ്തു. രണ്ടാം സഹസ്രാബ്ദം മൂന്നാം സഹസ്രാബ്ദത്തെ അതിവ്യാപിച്ചപ്പോൾ വസുപുത്രിയായ സത്യവതിയുടെ ഗർഭത്തിൽ പരാശര മുനിക്ക് പുത്രനായി ഉത്തമയോഗി വ്യാസദേവൻ ജനിച്ചു. വളരെ ചെറിയൊരു ശ്ലോകമാണല്ലേ. അപ്പൊ ഇത്രയും നേരം ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ശൗനകർഷിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിന് ഉത്തരം പറയേണ്ട ആള് തുടങ്ങി സൂത ഗോസ്വാമി തുടങ്ങി. സൂത ഉവാച എന്നാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത് അല്ലെ. സൂത ഗോസ്വാമി പറഞ്ഞു അല്ലെ. വെറുതെ പറഞ്ഞല്ല, അരുളി ചെയ്തു. കാര്യം അത്രയ്ക്ക് നോളേജ് ഉള്ള ആളാണല്ലേ. രണ്ടാം സഹസ്രാബ്ദം മൂന്നാം സഹസ്രാബ്ദത്തെ അതിജീവിച്ചപ്പോൾ വസുപുത്രിയായ സത്യവതിയുടെ ഗർഭത്തിൽ പരാശര മുനിക്ക് പുത്രനായി ഉത്തമ യോഗി അല്ലെങ്കിൽ വ്യാസദേവൻ ജനിച്ചു. ഉത്തമ യോഗിയാണ് വ്യാസദേവൻ അല്ലേ. ഹരേ കൃഷ്ണ. ഉത്തമ ഭക്തി ആ സമയത്ത് അവതരിച്ചു. നമ്മളിപ്പോ ഉത്തമ യോഗിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉത്തമ ഭക്തി അവതരിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം പ്രഭു. അവതരിച്ചു. ഇവിടെ ഇടിയും മഴയും കാറ്റും കറണ്ട് പോക്കൊക്കെ ആയിരുന്നു. അതെയല്ലേ. ഓക്കെ. ഇപ്പഴാ ഒന്ന് ശാന്തമായത്. ഹരി ബോൾ. മാതാജി കയറിയല്ലോ, അത് തന്നെ വലിയ കാര്യം. നമ്മൾ ആളില്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു. അപ്പം ഞാൻ അവതരിച്ചെന്ന് ഓക്കെ. പറഞ്ഞ സമയത്ത് ഉത്തമ യോഗി എന്ന് പറയുമ്പോൾ ഉത്തമ ഭക്തി അവതരിച്ചു. ഹരേ കൃഷ്ണ. ഇന്ന് മാതാജിമാരും ഇല്ലേ? ഉണ്ട്, ഉണ്ടല്ലോ, കുറച്ചുപേരൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടത് വ്യാസദേവന്റെ ജനനത്തെ പറ്റി സൂത ഗോസ്വാമി പറയുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ ആ ഭാവാർത്ഥം വായിച്ചു കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാകും കുറച്ചുകൂടെ. ഭാവാർത്ഥം കൃഷ്ണമാരി മാതാജി. ഹരേ കൃഷ്ണ. സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം എന്നിങ്ങനെ 4 യുഗങ്ങൾക്കും പൂർവപരമായ ക്രമമുണ്ട്. എന്നാൽ ചിലപ്പോൾ അതിവ്യാപനം സംഭവിക്കുന്നു. വൈവസ്വത മനുവിന്റെ ഭരണകാലത്ത് 4 യുഗങ്ങളുടെ 28ാം ആവർത്തനത്തിൽ ഒരു അതിവ്യാപനം സംഭവിക്കുകയുണ്ടായി. 3-ാം യുഗം 2-ാം യുഗത്തിന് മുമ്പേ ഹേതുഭൂതമായി. ആ സവിശേഷ യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും അവതരിച്ചു. ഇക്കാരണത്താൽ ചില പ്രത്യേക ഭേദഗതികൾ സംഭവിക്കുകയുണ്ടായി. വസു അല്ലെ മുക്കുവൻ പുത്രിയായ സത്യവതി ഉത്തമയോഗിയുടെ അല്ലെ വ്യാസദേവന്റെ മാതാവും പിതാവും പരാശര മുനിയും ആയിത്തീർന്നു. വ്യാസദേവന്റെ ജനന ചരിത്രമാണിത്. ഓരോ യുഗത്തെയും സന്ധ്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന 3 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആ സവിശേഷ യുഗത്തിൽ 3-ാം സന്ധ്യയിൽ വ്യാസദേവൻ അവതരിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് കണ്ടുവന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യുഗങ്ങൾ എത്ര എണ്ണുണ്ട്? 4 യുഗങ്ങൾ അല്ലെ. ഏതൊക്കെയാണ്? സത്യയുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. 4 യുഗങ്ങളാണ് അല്ലെ. അപ്പൊ ഈ ദ്വാപര എന്ന് പറഞ്ഞ എന്താണ്? ദ്വാ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? 2. ഇപ്പൊ രണ്ടാമത്തെ യുഗം എവിടെയാ വന്നത്? 3-ാമതാണ് വന്നിരിക്കുന്നത് അല്ലെ. ത്രേത എന്ന് പറഞ്ഞ എന്താണ്? 3. അത് 2-ാമത് വന്നു.
അല്ലെ? ഇങ്ങനെ നമ്മള് പല ആചാര്യന്മാരും ഇങ്ങനെ ക്ലാസ് എടുത്ത് കേട്ടിട്ടുണ്ട്. ത്രേതായുഗം എന്തുകൊണ്ട് രണ്ടാമത് വന്നു എന്നൊക്കെ പറയുന്നത് ഒരുപാട് പേരിങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ട് ഞാൻ ചോദിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പറയാം. കാര്യം എൻ്റെ മെമ്മറിയിലൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ആണോ എന്ന് അറിയാതെ പറയാൻ പറ്റില്ല. അഹല്യ മാതാവിന് മോക്ഷം കല്ലായിട്ട് കിടക്കുകയായിരുന്നു അഹല്യ മാതാവ്. അറിയാവല്ലോ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പാദസ്പർശനമേറ്റിട്ടാണ് അഹല്യ മാതാവ് വന്നത്. അപ്പൊ അഹല്യ മാതാവിന്റെ മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ഡിലേ ആകാൻ പറ്റില്ലല്ലോ. കാര്യം ഒരു കലിയുഗം എത്രയാണ് വർഷം? 4,32,000 വർഷം. ദ്വാപരയുഗം 8,64,000 വർഷം. പിന്നെ ത്രേതായുഗം 3 കലിയുഗത്തിന് എത്ര? 4,32,000 ഇൻറ്റു 3. അതുപോലെ തന്നെ ഇതോ സത്യയുഗം 4,32,000 ഇൻറ്റു 4, 4 ടൈംസ്. ആ സംഖ്യ എനിക്ക് കാണാതെ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇത്രയും തന്നെയുണ്ട് ഈ ഒരു ചതുർയുഗത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടണം. 4,32,000 പ്ലസ് 4,32,000 ഇൻറ്റു 2 പ്ലസ് 4,32,000 ഇൻറ്റു 3 പ്ലസ് 4,32,000 ഇൻറ്റു 4. ഇത് കൂട്ടുന്നതാണ് ഒരു ചതുർയുഗത്തിന്റെ ദൈർഘ്യം. എത്ര ചതുർയുഗം കൂടിയതാണ് ബ്രഹ്മാവിന്റെ ഒരായുസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പേപ്പറിലൊന്നും എഴുതി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പൊ ഭഗവാന്റെ ഒരു ആയുസ്, അല്ലെ ഭഗവാന്റെ ഒരു ശ്വാസോച്ഛ്വാസ കാലയളവ് എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചില സമയങ്ങളിൽ എപ്പോഴും ബ്രഹ്മാവിന്റെ ഓരോ മന്വന്തരത്തിലുമാണ് ഈ പറയുന്ന ഈ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മന്വന്തരം, ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ആ ഒരു ദിവസത്തിന്റെ കാലയളവ് തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത വലിയ സംഖ്യകളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൃത്യമായിട്ട് ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് എടുക്കും. ഞാൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്താണ്. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ആ പേപ്പർ ഇരിക്കില്ല, നോക്കാതെ എനിക്ക് പറയാനായിട്ട് പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കാലയളവിലേക്ക് പോകുന്നില്ല, നമുക്ക് അതിനുള്ള സമയവുമില്ല. അപ്പൊ ഈ ബ്രഹ്മാവിന്റെ ഒരു മന്വന്തരത്തില് പല അവതാരങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ പല അവതാരങ്ങൾ, അതായത് ചതുർയുഗങ്ങൾ ഇങ്ങനെ ഒരു മന്വന്തരത്തിൽ ഇങ്ങനെ ഒരു കൽപ്പത്തിൽ തന്നെ പല പ്രാവശ്യം ചതുർയുഗങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ ചില സമയത്ത് ദ്വാപരം രണ്ടാമത് വരും, ചില സമയത്ത് അത് മൂന്നാമതും വരും. ത്രേത രണ്ടാമത് കയറും, ത്രേത മൂന്നാമത് വരും. അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഒരു പ്രഭുവിനോട് സംശയം ചോദിച്ചു. ക്ലാസ് എടുത്ത ഒരു പ്രഭുവിനോട് സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കലിയുഗം തൊട്ട് നിങ്ങൾ എണ്ണുവാണെന്നുണ്ടെങ്കിൽ ഇത് ഓർഡർ കറക്റ്റ് ആണെന്ന് പറഞ്ഞു. കലിയുഗം രണ്ടാമത്തേത് പുറകിൽ നിന്ന് മുന്നോട്ടാണ് എണ്ണേണ്ടതെന്ന് പറഞ്ഞു. യുഗങ്ങള് കലിയുഗം, സെക്കൻഡ് ദ്വാപരം, 3 ത്രേത, അത് കഴിഞ്ഞ് സത്യയുഗം. ആ ഓർഡറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ത്രേത ദ്വാപര തമ്മിലുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കി കിട്ടത്തില്ലേ, അതുകൊണ്ട് ഇവിടെ നിന്ന് എണ്ണിയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. നമ്മൾ ഇതിൽ കിടന്ന് പെടാതിരിക്കാൻ വേണ്ടി ഒരു പുള്ളി നമ്മളോട് പറഞ്ഞായിരിക്കും. നമ്മൾ ഇതെന്തുകൊണ്ട് ഇവിടെ വന്നു അവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയല്ലാത്ത കാരണം നമ്മുടെ നോളജ് ലോ ലെവലിലായതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കി ആക്കാനായിട്ട് ചെയ്ത കാര്യമായിരിക്കും. അദ്ദേഹം ഒരു വലിയ ആചാര്യനാണ്, അദ്ദേഹത്തിന് ഇതിന്റെ ആൻസർ അറിയുകയും ചെയ്യാം. പക്ഷെ നമ്മളെ ഇവിടെ ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം ഒഴിവാക്കിയത്. ഇവിടെ നിന്ന് കലിയുഗം തൊട്ട് എണ്ണാൻ പറഞ്ഞു. അപ്പൊ ശരിയല്ലേ, ദ്വാപരൻ രണ്ടാമത്തേത്. പക്ഷെ നമുക്കറിയാം സത്യയുഗം തൊട്ടാണ് തുടങ്ങുന്നതെന്ന്, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചിലപ്പോൾ വൈവസ്വത മനുവിന്റെ ഭരണകാലത്ത് 4 യുഗങ്ങളുടെയും 28ാം ആവർത്തനത്തിൽ ഒരു വ്യാപനം സംഭവിക്കുകയുണ്ടായി, ഒരു ചേഞ്ച്. അതായത് ഈ വൈവസ്വത മനു എന്ന് പറയുന്ന മനു ഭരിച്ചിരിക്കുന്ന കാലത്ത്, ബ്രഹ്മദേവന്റെ പുത്രനാണ് വൈവസ്വത മനു. അപ്പൊ വൈവസ്വത മനു ഭരിച്ചിരിക്കുന്ന കാലത്ത് 4 യുഗങ്ങളും ഈ ആവർത്തിച്ചു വരുന്നുണ്ട്. 4 യുഗങ്ങളും ആവർത്തിച്ചു വരുമ്പോൾ 28ാമത്തെ ആവർത്തനത്തിൽ 28th എന്താണ് ഇത് എല്ലാം ആവർത്തനാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സത്യയുഗം, ഈ കലിയുഗം കഴിഞ്ഞ് വീണ്ടും സത്യയുഗം തുടങ്ങുകയല്ലേ. ഈ ഒരു ആവർത്തനം, ഈ സൈക്കിളിന്റെ 28ാമത്തെ ആവർത്തനത്തിൽ 3ാം യുഗം 2ാം യുഗത്തിന് മുൻപേ ഹേതുഭൂതമായി. അതായത് ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്? ആരുടെ കാലയളവാണ്? ഹരേ കൃഷ്ണ. സബിതാ മാതാജി. വൈവസ്വത മനു. അപ്പോൾ
നമ്മൾ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഈ ചതുർയുഗത്തിലെ ഈ കാലയളവാണോ ഇപ്പൊ? ചതുർയുഗത്തിലാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായത്. ത്രേതായുഗം ആദ്യം വന്നു, സെക്കൻഡ് വന്നു, ദ്വാപരയുഗം മൂന്നാമതായിട്ട് വന്നു. മനസ്സിലായോ ഇല്ലയോ? 28 പ്രാവശ്യം, അതായത് ഒരു മനുവിന്റെ കാലയളവ്, വൈവസ്വത മനുവിന്റെ കാലയളവില് ഈ ചതുർയുഗങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ സത്യം, ത്രേത, ദ്വാപരം, കലി, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ആ സമയത്ത് വേറെ ഒരു ഓർഡറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സത്യ, ദ്വാപര, ത്രേത, കലി, ഈ ഓർഡറിൽ പോയിക്കൊണ്ടിരുന്നത്. 28ാമത്തെ ആവർത്തനത്തിൽ അതെന്ത് ചെയ്തു? തിരിഞ്ഞ് ത്രേത സെക്കൻഡ് വന്നു, ദ്വാപര മൂന്നാമത് വന്നു. അപ്പോൾ ആ യുഗത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത്. ഈ ഒരു പർട്ടിക്കുലർ സമയത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത്, ദ്വാപര യുഗത്തിൽ. ആ മൂന്നാം യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചു. മൂന്നാം യുഗം പേര് പറയുമ്പോൾ 2 എന്നാണ്, അല്ലേ? അപ്പം ഇക്കാരണത്താൽ ചില പ്രത്യേക ഭേദഗതികൾ സംഭവിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു പ്രത്യേക കാരണം കൊണ്ട് ഭഗവാൻ അവതരിച്ചത് കൊണ്ട് ഭഗവാന്റെ അവതാരത്തെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയ ഒരു വ്യക്തിയേക്കും കൂടെ ഭഗവാൻ ആ സമയത്ത് സൃഷ്ടി കൊടുത്തു. ഭഗവാൻ തന്നെ അംശാവതാരം ആരിൽ കൂടെ വന്നു? പരാശര മുനിയിൽ കൂടെ, സത്യവതിയിൽ കൂടെ നമുക്ക് കിട്ടി. ആരാണ് പരാശര മുനി? പരാശര സംഹിതയൊക്കെ എഴുതിയ ആളാണ്. പരാശര മുനിയാണ് ഭഗവാൻ എന്നുള്ളതിന്റെ നിർവചനം കൊടുത്തത്. പരാശര മുനി ഈസ് ദ വൺ ഗീവ് ദ ഡെഫിനിഷൻ ഓഫ് ഭഗവാൻ. ഹു ഈസ് ഭഗവാൻ? ആർക്കാണ്ട് പറയാൻ പറ്റുന്നത്? 6 പ്രത്യേകതകളുള്ള ആളാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. ഐശ്വര്യങ്ങളുള്ള 6 ഐശ്വര്യങ്ങളും സമ്പൂർണമായിട്ട് ആരിലുണ്ടോ ഹി ഈസ് കോൾഡ് ഭഗവാൻ. നമുക്ക് ഒരാളെ വെറുതെ ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഹു ഹാസ് ദ 6 ഒപ്പുലൻസസ്, ഷഡൈശ്വര്യങ്ങൾ അറ്റ് ഇറ്റ്സ് എക്സ്ട്രീമസി. ഷഡൈശ്വര്യങ്ങൾ അതിന്റെ ഏറ്റവും ഉയർന്ന പരിധിയിൽ ആർക്കുണ്ടോ അവരാണ് ഭഗവാൻ എന്ന് വിളിക്കാൻ അർഹരായിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ഷഡൈശ്വര്യങ്ങള്? സവിതാ മാതാജിക്ക് അറിയാമോ? ഓർമ്മയുണ്ടോ? ഐശ്വര്യ, സമ്പത്ത്, ധനം, സൗന്ദര്യം, കീർത്തി, ജ്ഞാനം, പരിത്യാഗം, ബലം. ബലം. മനസ്സിലായല്ലോ? സർവ ഐശ്വര്യങ്ങള് അല്ലെങ്കിൽ യശസ്, അല്ലെങ്കിൽ കീർത്തി, സമ്പത്ത്. ഏറ്റവും കൂടിയ ധനവാനായിട്ടുള്ള ആരാണ്? ഏറ്റവും കീർത്തിമാനായിട്ടുള്ളത് കൃഷ്ണനാണ്, യാതൊരു സംശയവുമില്ല. ഏറ്റവും സമ്പത്തിന്റെ ഉടമ കാര്യം ലക്ഷ്മി ദേവി തന്നെ. എത്രയാണ്? ലക്ഷ്മി സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. 1000കണക്കിന് ലക്ഷ്മിമാരെന്ന് പറഞ്ഞാൽ 1000 എന്നല്ല, 1000കണക്കിന് ലക്ഷ്മിമാർ, അനേകായിരം വൈകുണ്ഠങ്ങളുണ്ടല്ലേ, അവിടങ്ങളെല്ലാം ലക്ഷ്മി ദേവിമാരെല്ലാരും വന്നിട്ട് അവർക്ക് ഈ ഭഗവാന്റെ പാദസേവ ചെയ്യാനുള്ള ക്വാളിറ്റി കിട്ടുന്ന എവിടെ ചെന്നിട്ടാണ്? അവര് ഗോലോക വൃന്ദാവനത്തിൽ ചെന്നിട്ട് അവിടെ അടിച്ചു വാരുക, വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? മഹാവിഷ്ണുവിന്റെ പാദസേവ ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ലക്ഷ്മി സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ആദിപുരുഷനായ ഗോവിന്ദനെ ഗോലോക വൃന്ദാവനത്തിൽ ചെന്ന് സേവ ചെയ്യുവാണ് ആര്? ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിമാര്, അനേകായിരം ലക്ഷ്മി ദേവിമാര്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ലക്ഷ്മിയാണ് സമ്പത്തിന്റെ, ഈ കുബേരനാണ് സമ്പത്തിന്റെ ദേവത, അല്ലെ, ഉപദേവത. ആ കുബേരൻ ആരെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്? ലക്ഷ്മി ദേവിയെ. ലക്ഷ്മി ദേവിയാണ് സമ്പത്ത്, ഐശ്വര്യം, സൗഭാഗ്യം എല്ലാം തരുന്ന ദേവി, അല്ലെ? ഈ ലക്ഷ്മി ദേവി ആരുടെ പാദദാസിയാണ്? മഹാവിഷ്ണുവിന്റെ. അതുപോലത്തെ ഒരുപാട് വിഷ്ണു ഉണ്ട്, ഒരുപാട് വിഷ്ണു. ഈ വിഷ്ണുവിന്റെ അടുക്കൽ നിന്നെല്ലാം ഈ ലക്ഷ്മി ദേവി ഈ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ പോയിട്ടാണ് സേവ ചെയ്യുന്നത്? ഗോലോക വൃന്ദാവനത്തിൽ ഗോവിന്ദന്റെ സ്വന്തം ധാമത്തിൽ പോയിട്ട് എന്താ ചെയ്യുന്നു? അവിടെ അടിച്ചുവാരി വൃത്തിയാക്കുകയാണ് അവിടുത്തെ വീതികളെല്ലാം, അല്ലെ? അനേകായിരം ലക്ഷ്മി ദേവിമാരാണ് അവിടെ സേവ ചെയ്യുന്നത്. പശുവിന്റെ, അവിടുത്തെ സുരഭി പശുക്കളുടെ എന്താണ് വേസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ അവിടുത്തെ പാതയോരങ്ങളെല്ലാം അടിച്ചു വാരുക, ഇതൊക്കെ ചെയ്തിട്ടാണ് ലക്ഷ്മി ദേവി ആ ഒരു ക്വാളിറ്റി കിട്ടുന്നത്, ഭഗവാന്റെ പാദസേവനം ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റി. മനസ്സിലായില്ലേ?
അപ്പൊ അത്രയും ലക്ഷ്മി ദേവിമാര് ദാസിയായിട്ടുള്ള ഭഗവാൻ എത്രമാത്രം സമ്പത്തിനുടമയായിരിക്കും? അപ്പൊ സർവസമ്പന്നവാൻ. പിന്നെ അടുത്ത് എന്താണ്? സർവബലവാൻ. ഇത്ര അസുരന്മാര് വന്നു. അതുപോലെ തന്നെ ഗോവർദ്ധനഗിരി 24 കിലോമീറ്റർ ഉണ്ട് വൃന്ദാവനത്തിൽ ഗോവർദ്ധനം ചുറ്റണമെങ്കിൽ അല്ലെ. ആ 24 കിലോമീറ്ററിൽ വളരെ പുഷ്പസമാനമായിട്ട് ഒരു പപ്പടം നമ്മൾ കയ്യിലെടുക്കുന്ന ലാഘവത്തോടു കൂടി ഭഗവാൻ എടുത്ത് ചെറുവിരലിലെടുത്ത്, എത്ര വയസ്സായപ്പോ 7 വയസ്സുള്ള സമയത്ത് ചെറുവിരലിൽ വരുത്തി 7 ദിവസം പിടിച്ചുകൊണ്ടിരുന്നു. സർവ്വബലവാൻ. പിന്നെ എന്താണ്? അദ്ദേഹം വാ വിളിച്ചപ്പോൾ എന്താണ്? സർവ്വ ബ്രഹ്മാണ്ടങ്ങളും അദ്ദേഹത്തിന്റെ വായിൽ കണ്ടു. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ. അത് ആ ലീലയ്ക്ക് എന്താണ് പറയുന്നത്? ബ്രഹ്മാണ്ട ദർശന ലീല. ആ ഒരു സ്ഥലമുണ്ട് നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ, ബ്രഹ്മാണ്ട ഘട്ട് എന്ന് പറയുന്ന സ്ഥലം. അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അവിടെ നമുക്ക് മണ്ണാണ് വഴിപാടായിട്ട് തരുന്നത്, ഉരുണ്ട മണ്ണ്. ആ മണ്ണ് കൊണ്ടാണ് നമ്മൾ വീട്ടിൽ പോരുന്നത് അല്ലെ. ഭഗവാൻ വായിലിട്ട മണ്ണാണെന്ന് പറഞ്ഞ് നമുക്ക് പ്രസാദമായിട്ട് തരും. അവിടെയുള്ള ഏരിയയിലുള്ള മണ്ണിനെ മുഴുവൻ നമ്മൾ പ്രസാദമായിട്ടാണ് കാണുന്നത്. കാര്യം ഭഗവാൻ വായിലിട്ടതാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മണ്ണ് വാരി തിന്നപ്പോ യശോദാമായി എന്ത് ചെയ്തു? ഭഗവാനെ അടിക്കാൻ വന്നു അല്ലെ. നീ വാ പൊളിക്കട. അപ്പൊ കള്ളം പറഞ്ഞു, ഞാൻ വായിലിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ വാ പൊളിക്കട കാണട്ടെന്ന് പറഞ്ഞിട്ട് വാ പൊളിച്ച് നോക്കിക്കഴിയുമ്പോ എന്താണ് കാണാൻ പറ്റിയത് യശോദാമായിക്ക്? സർവ പ്രപഞ്ചങ്ങളും ഭഗവാന്റെ വായിൽ കണ്ടു യശോദാമായി. സർവ പ്രപഞ്ചങ്ങളും. അതുപോലെ അതിന്റെ ഉള്ളില് വൃന്ദാവനം കണ്ടു. ആ വൃന്ദാവനത്തില് ഈ ബ്രഹ്മാണ്ടഘട്ടില് യശോദാമായി നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് അവിടെ ഒരു കൃഷ്ണൻ. ആ കൃഷ്ണന്റെ വായിൽ വീണ്ടും ബ്രഹ്മാണ്ടങ്ങൾ. ആ ബ്രഹ്മാണ്ടത്തിൽ വീണ്ടും യശോദാമായി നിൽക്കുന്നു. എന്നിട്ട് ഗോകുലം കാണുന്നു. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു കഴിഞ്ഞ അവസാനം തല കറങ്ങി പുള്ളിക്കാരത്തി താഴെ വീണു. അപ്പം അത്രയ്ക്കും ശക്തിയുണ്ട് ആർക്ക്? ഭഗവാൻ അല്ലെ. സർവ എന്താണ് ബ്രഹ്മാണ്ടങ്ങളും അദ്ദേഹത്തിന്റെ ഉദരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, സർവ പ്രപഞ്ചങ്ങളും. അപ്പൊ എത്രമാത്രം ശക്തിമാനാണ്. പിന്നെ എന്താണ്? ജ്ഞാനം. അതായത് ഈ വേദങ്ങളും ഉപനിഷത്തുകളും മുഴുവനും എല്ലാ ജ്ഞാനങ്ങളും ആരാണെന്ന്? ഭഗവാനാണെന്ന്. ഇത്രയും വലിയ ജ്ഞാനത്തിന്റെ ഉടമ, അല്ലെങ്കിൽ നോളേജിന്റെ ഉടമ വേറെ ആരുമില്ല. അപ്പൊ ഇത് പറഞ്ഞതാരാണ്? ഭഗവാൻ എന്നൊരാളെ വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിന് 6 ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള ആളെ ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? നമ്മളുടെ പരാശരമുനി. ആ പരാശരമുനി ഈ 28ാം ചതുർയുഗത്തിന്റെ ഒരു സന്ധ്യയിൽ വന്ന് എന്ത് ചെയ്തു? മുക്കുവ സ്ത്രീ ആയിട്ടുള്ള വസു എന്ന മുക്കുവന്റെ മകളായ സത്യവതി, അല്ലെങ്കിൽ മത്സ്യഗന്ധി എന്നായിരുന്നു പേര്. ആദ്യം എന്തായിരുന്നു? മത്സ്യഗന്ധി. കാര്യം ഇവരെ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നാണ് ഈ പറയുന്ന മുക്കുവൻ എന്ത് ചെയ്തത്? കീറിയെടുത്തത്. മത്സ്യത്തെ പിടിച്ചു കഴിയുമ്പോൾ വയറ് വീർത്തിരിക്കുന്ന കണ്ടപ്പോൾ വയറ് കീറി നോക്കിയപ്പോൾ ഒരു കുട്ടി, പെൺകുഞ്ഞ്. അപ്പൊ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഈ കുട്ടിക്ക് സ്മെല്ലായി മത്സ്യത്തിന്റെ. അപ്പൊ മത്സ്യഗന്ധി എന്ന് പേരായി. ഈ മത്സ്യഗന്ധി കടത്ത് കിടക്കുന്ന ജോലിയായിരുന്നു. ഗംഗാ നദിക്ക് കുറുകെ കടത്ത് കിടത്തുന്ന ജോലിയായിരുന്നു മത്സ്യഗന്ധിക്ക്. പരാശരമുനിയെ കടത്ത് കിടത്തി. അപ്പം ദേവനിശ്ചയപ്രകാരം പരാശരമുനി സത്യവതിയോട് പറഞ്ഞു, അതുപോലെ തന്നെ ഭഗവാന്റെ നിശ്ചയപ്രകാരം ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് നിന്നിലൂടെ എന്താണ് ഭഗവാൻ അവതരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഒരു ദ്വീപില്, അവിടെ ഗംഗാ നദിയിലുള്ള ഒരു ദ്വീപിൽ അവർ സ്റ്റേ ചെയ്തു. അവിടെ വെച്ച് തന്നെ ഒരു പുത്രൻ ഉണ്ടായി. അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്തു? സത്യവതി ഗർഭം ധരിച്ചു. അവിടെ വെച്ച് തന്നെ പുത്രനും ഉണ്ടായി. അപ്പൊ ഒരു മഞ്ഞ് പോലെ പുകമറ വെച്ച് മറച്ചിരുന്നു ആ ദ്വീപ്. അപ്പൊ ദ്വീപിലുണ്ടായത് കൊണ്ട് ദ്വൈപായനൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. അതുപോലെ വർണ്ണം കൃഷ്ണവർണ്ണം ആയതുകൊണ്ടും കൃഷ്ണന്റെ അംശാവതാരമായതുകൊണ്ടും കൃഷ്ണ ദ്വൈപായന വ്യാസദേവൻ. നോളേജ് പറഞ്ഞു തരുന്ന ആളെന്നുള്ളതാണ് വ്യാസദേവന്റെ അർത്ഥം. നോളേജ് പറഞ്ഞു തരുന്ന ആള്. അപ്പൊ അതുകൊണ്ടാണ് വ്യാസപൂജ അല്ലെങ്കിൽ വ്യാസാസനം എന്നൊക്കെ പറയുന്നത്. നമുക്ക് വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരെ വ്യാസദേവൻ എന്നാണ് പറയുന്നത്, അല്ലെ വ്യാസദേവന്റെ പ്രതിനിധി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കൃഷ്ണദ്വൈപായന വ്യാസദേവൻ അവിടെ പൂജാതനായി ഭഗവാന്റെ അവതാരമായിട്ട് ഈ പറയുന്ന സത്യവതിയുടെയും പിന്നെ പരാശരമുനിയുടെയും പുത്രനായിട്ട് വന്നു. ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം വലുതായി. അമ്മയോട് പറഞ്ഞു, ഞാൻ തപസ്സിന് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് തന്നെ സത്യവതിക്ക് അനുഗ്രഹം കൊടുത്തു. മത്സ്യഗന്ധം മാറിയിട്ട് മത്സ്യഗന്ധി എന്നുള്ള പേര് മാറിയിട്ട് പിന്നെ സത്യവതി എന്നുള്ള പേരായി. അതുപോലെ എന്താണ്, അമ്മയ്ക്ക് എപ്പോ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്താമെന്ന് പറഞ്ഞിട്ട് ഈ വ്യാസദേവൻ അപ്പൊ തന്നെ തപസ്സിന് പോവുകയായിരുന്നു, കൃഷ്ണദ്വൈപായന വ്യാസദേവൻ. അപ്പൊ ആ വ്യാസദേവന്റെ ജനന ചരിത്രമാണിത്. ഓരോ യുഗത്തെയും സന്ധ്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന 3 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു.
ആ സവിശേഷ യുഗത്തിൽ 3-ാം സന്ധിയിൽ വ്യാസദേവൻ അവതരിച്ചു. അപ്പൊ ഈ ശ്രീമദ് ഭാഗവത് നമുക്ക് തരാൻ വേണ്ടിയിട്ട്, കാര്യം കൃഷ്ണൻ ഈ പർട്ടിക്കുലർലി 28-ാമത്തെ ചതുർയുഗത്തിലെ ഈ പറയുന്ന പർട്ടിക്കുലർ ദ്വാപര യുഗത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം. അപ്പം ആ അവതാരത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ട് തന്നെ ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? പരാശരമുനിയുടെയും സത്യവതിയുടെയും മകനായിട്ട് ഭഗവാൻ തന്നെ വ്യാസദേവനായിട്ട് അവതരിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ഈ യുഗങ്ങളെ, മന്വന്തരങ്ങളെ, കൽപ്പം, ബ്രഹ്മദേവന്റെ ഒരു ദിവസം, ചതുർയുഗങ്ങള്, ഇതിനെല്ലാത്തിനും നമുക്ക് വേറൊരു ദിവസം ഒരു പ്രത്യേക ക്ലാസ് എടുക്കുക, ഈ കാലയളവുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്താണ് കൽപ്പം, ഒരു കൽപ്പം എത്ര വർഷമാണ്, എന്താണ് മന്വന്തരം, ഇപ്പോഴേത് മന്വന്തരാണ്? ഇപ്പൊ 7-ാമത്തെ മന്വന്തരാണ്. ഇപ്പോഴത്തെ മനു ആരാണ്? വൈവസ്വത മനു. 7th മന്വന്തരം. ഇപ്പോഴത്തെ ബ്രഹ്മദേവന് ഏകദേശം 51 വയസ്സ് കഴിഞ്ഞു. 100 വയസ്സാണ് ബ്രഹ്മദേവന്റെ ആയുസ്. ഇപ്പോൾ ഏകദേശം 51 വയസ്സ് കഴിഞ്ഞു. ബ്രഹ്മദേവന്റെ ആയുസ് 3.51 ട്രില്യൺ ഇയേഴ്സ് ആണ്, ഹ്യൂമൻ ഇയേഴ്സ് ആണ്. മനുഷ്യരുടെ 3.51 ട്രില്യൺ, അത്രയും വർഷമാണ് ഒരു ബ്രഹ്മദേവന്റെ ആയുസ്. ഇപ്പോഴത്തെ ബ്രഹ്മദേവന്റെ പേര് വൈരാജൻ എന്നാണ്. അടുത്ത ബ്രഹ്മദേവനായി വരുന്ന ആരാണ്? അടുത്ത ബ്രഹ്മദേവൻ ആരാണ്? പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നു. മഹാബലി. ഹനുമാൻ. ഹനുമാൻ ഹനുമാൻ മഹാബലി ഇപ്പോഴത്തെ അല്ലേ? ഹനുമാൻ. ബലി. അടുത്ത ഇന്ദ്രനാകുന്നതാണ് ഇപ്പോഴത്തെ മഹാബലി. അടുത്ത ആ ഇന്ദ്രൻ. ശരി. അതുപോലെ അടുത്ത വ്യാസദേവൻ ആരാണ്? അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ്. ഏ? അശ്വത്ഥാമാവ്. അശ്വത്ഥമാവ്. അപ്പൊ നമ്മൾ ഈ ശ്ലോകം കണ്ടു അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണ്. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാര്യം ഇതിന്റെയൊക്കെ ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തീരത്തില്ല. അതിന് അത്രയും പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. കാര്യം എന്റെ നോളജ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. വലിയ സബ്ജക്റ്റ് ആണിത്. ശ്ലോകം 15. സാ കഥാചിൽ സരസ്വത്യാ ഉപസ്പൃശ്യ ജലം ശുചിഹി വിവിക്ത ഏക ആസീന ഉദിതേ രവിമണ്ഡലേ. സാ കഥാചിൽ സരസ്വത്യാ ഉപസ്പൃശ്യ ജലം ശുചിഹി വിവിക്ത ഏക ആസീന ഉദിതേ രവിമണ്ഡലേ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഇല്ലല്ലേ പ്രഭു മാതാജിയുടെ ഇല്ല. ബുക്ക് എഴുതി സോറി. മല്ലിക അടുത്ത മാതാജി. പ്രാവശ്യം എഴുതി. മല്ലിക മാതാജി. യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് മാതാജി, വാട്സാപ്പില്. മാതാജി ഹരേ ഇപ്പോഴല്ലേ കൃഷ്ണ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായില്ലേ മാതാജി? അത് എടുക്കാൻ പറ്റും. ഞാൻ എനിക്കത് അറിയില്ല മാതാജി. ശരി ശരി. മല്ലിക മാതാജി വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 15. സകടാചിത് സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചി വിവിക്ത ഏക ആസീന ഉദിതേ രവിമണ്ഡലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. സ കഥാചിത് സരാസ്യാദ ഉപാസ്പൃശ്യ ജലം ശുചി വിവിക്ത ഏക ആശീന ഉദിത രവി മണ്ഡലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. സ അദ്ദേഹം കഥാചിൽ ഒരിക്കൽ സരസ്വത്യ സരസ്വതി നദീതീരത്ത് ഉപസ്പൃശ്യ പ്രഭാത സ്നാനത്തിന് ശേഷം ജലം ശുചിഹി ശുചിയായി തീരുക വിവിരക്ത ധ്യാനം ഏകം ഒറ്റയ്ക്ക് ആസീന അപ്രകാരം ആസനസ്ഥനായിട്ട് ഉദിക്കുന്ന നേരം രവിമണ്ഡലെ സൂര്യദേവൻ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. ഒരിക്കൽ സൂര്യോദയ വേളയിൽ വ്യാസദേവൻ സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത ശേഷം ധ്യാനനിരതനായി ഏകനായി ഉപവിഷ്ടനായി. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ.
സരസ്വതി നദി ബദരികാശ്രമത്തിനടുത്ത ഹിമാലയ സാനുക്കളിൽ ഒഴുകുന്നു. ആകയാൽ വ്യാസദേവൻ നിവസിക്കുന്ന ബദരികാശ്രമത്തിലെ ശ്യാമപ്രാശം എന്ന സ്ഥലത്തെയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഹരേ കൃഷ്ണ. ഈ ശ്ലോകം വളരെ സിമ്പിൾ ആണ്. അപ്പൊ വ്യാസദേവന്റെ ജനനത്തെ പറ്റി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ആരാണ് അച്ഛനും അമ്മയും? വ്യാസദേവന്റെ അമ്മയുടെ അച്ഛന്റെ പേരും പറഞ്ഞു. ആരാണ്? വസു അല്ലെ? വസു എന്ന് പറയുന്ന മുക്കുവന്റെ മകളാണ് സത്യവതി. ആ സത്യവതിയുടെ മകനായിട്ടാണ് വ്യാസദേവൻ പിറന്നതെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ദിവസം ഒരു സൂര്യോദയ വേളയിൽ വ്യാസദേവൻ സരസ്വതി നദി സ്നാനം ചെയ്ത ശേഷം ധ്യാനനിരതനായി ഏകനായി ഉപവിഷ്ടനായി. ആരൊക്കെ സരസ്വതി നദി കണ്ടിട്ടുണ്ട്? എത്ര പേര് കണ്ടിട്ടുണ്ട്? കാണാനായിട്ട് ആർക്കും സാധ്യമല്ല കലിയുഗത്തിൽ അല്ലെ. മറ്റുള്ള യുഗങ്ങളിൽ ആ നദി ഉണ്ടായിരുന്നു. ആ നദി അന്തർധ്യാനം പോയി. സരസ്വതി ദേവിക്ക് ശാപം കിട്ടിയതാണ്. അതുപോലെ തന്നെ ഈ വീണ്ടും ശാപം കിട്ടി. നദിയിൽ നിന്ന് വീണ്ടും പൂർവ്വരൂപത്തിലേക്ക് പോയി സരസ്വതി ദേവിക്ക് അല്ലെ. അപ്പം അങ്ങനെ മഹാവിഷ്ണുവിന്റെ പത്നിമാർ ആരൊക്കെയായിരുന്നു? 5 പത്നിമാരുണ്ട്. ആരൊക്കെയാണ്? ലക്ഷ്മി ദേവി അല്ല. അവരൊക്കെ കൃഷ്ണന്റെ പത്നിമാരാണ്. മഹാവിഷ്ണുവിന്റെ പത്നിമാരാണ് ആരൊക്കെ? ധര, രമ. ആരാണ് ധര? ഭൂമിദേവി. രമ ലക്ഷ്മി ദേവി. പിന്നെ അടുത്താരാണ്? 2 പേരായി. ഇനി 3 പേരൂടെ ഉണ്ടല്ലോ. തുളസി ഉണ്ട്. പിന്നെ ആരാണ്? സരസ്വതി ദേവി. ആദി സരസ്വതി എന്ന് പറയും. സരസ്വതി ദേവി. അതുപോലെ തന്നെ ഗംഗാദേവി. ഗംഗാദേവി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ നിന്ന്. മഹാവിഷ്ണുവിന്റെ പാദചാരണിയാണ്. എന്തുകൊണ്ടാണ് ഗംഗയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്? ഏത് പുരാണത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗംഗാസ്നാനമാണ് സർവ്വ പാപങ്ങളും തീരുന്നത്. കാര്യം ഗംഗ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഭഗവാന്റെ പാദകമലങ്ങളിൽ നിന്നാണ്. അതാണ് ഗംഗാദേവിയുടെ പ്രത്യേകത. അപ്പൊ ആ പാദകമലങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ച് ഉള്ള ആകാശഗംഗ അല്ലെങ്കിൽ പാലാഴി ആ ഗംഗ ഇവിടെ നമ്മുടെ എങ്ങനെയാണ് ഭൂതലത്തിലേക്ക് വന്നത്? അല്ല, ഈ നമ്മുടെ വാമനദേവൻ ഭൂമി അളന്നല്ലോ. മഹാബലി 3 അളന്നല്ലോ. 3 അടിക്കുള്ള ഭൂമി ചോദിച്ചു. അപ്പം 3 അടി ഇടുമ്പോ 1 അടി താഴത്തെ ലോകങ്ങളെല്ലാം അടന്നു. മറ്റേ 2ാമത്തെ കാല് വെച്ചപ്പോ മേൽ ലോകങ്ങളിൽ അദ്ദേഹത്തിന്റെ കാല് വന്ന് എന്ത് ചെയ്തു? ഈ ലെയറിൽ വന്ന് തട്ടി. ഏത്? ഈ ഗംഗാനദി പോകുന്ന ആകാശഗംഗ പോകുന്ന ആ ലെയറിൽ തട്ടി. അദ്ദേഹത്തിന്റെ കാല് തട്ടിക്കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ ഗംഗാനദി പോകുന്ന ലെയർ ലീക്കായി നദി മുഴുവനും താഴേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അതിന്റെ ഈ താഴോട്ടുള്ള ലോകങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്ന അവസ്ഥയായപ്പോൾ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കമണ്ഡലുവിലേക്ക് ഈ പറയുന്ന ഈ ഗംഗാനദിയെ ആവാഹിച്ചു വെച്ചു ഗംഗാനദിയെ. അങ്ങനെ ആകാശഗംഗയെ ബ്രഹ്മദേവന്റെ കമണ്ഡലുവിലാക്കി. പിന്നീട് ഭഗീരഥൻ എന്ത് ചെയ്തു? പൂർവികർക്ക് മോക്ഷം കിട്ടാനായിട്ട് ഗംഗാദേവിയെ വരുത്തുകയല്ലാതെ മാർഗമില്ല. അങ്ങനെ ഒരുപാട് തപസ്സൊക്കെ ഇരുന്ന് വളരെയധികം കഷ്ടപ്പെട്ട് ഭഗീരഥ പ്രയത്നം ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ഈ ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ ഗംഗാജലം വിട്ടുതരാൻ തയ്യാറാണ്, പക്ഷെ അത് താങ്ങാനായിട്ട് ഭൂമിയിൽ ആർക്കും കരുത്തില്ല. അങ്ങനെ വീണ്ടും മഹാദേവനെ തപസ് ചെയ്തു. മഹാദേവന്റെ ജഡയില് എന്ത് ചെയ്തു? അതിനെ ശേഖരിച്ചിട്ട് ഗംഗാനദിയെ ശേഖരിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഭാഗീരഥി എന്നുള്ള പേരുണ്ട്. അതുപോലെ ഗംഗ, ഒരുപാട് പേരിൽ അളകനന്ദ എന്ന് പറഞ്ഞ് വേറൊരു നദി വരുന്നുണ്ട്. ഒരുപാട് സ്റ്റോറിയാണ് അതിന്റെ പിന്നിലൊക്കെ. അപ്പൊ ഇവിടെ ഈ സരസ്വതി, ഗംഗ, യമുന, സരസ്വതി ഇവരൊക്കെ തന്നെ എന്താണ്? ഈ യമുന അല്ലാത്ത ബാക്കി ദേവിമാരൊക്കെ മഹാവിഷ്ണുവിന്റെ പത്നിമാരാണ്. അവര് തമ്മിൽ ഇടയ്ക്ക് ഒരു കലഹം ഉണ്ടായി. സ്ത്രീകളാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് കലഹം ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പം 5 ഭാര്യമാരൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ഊഹിക്കാമല്ലോ അല്ലെ. ദേവിമാരാണെങ്കിലും അവർ തമ്മിൽ കലഹം ഉണ്ടാവും, പരസ്പരം ശപിച്ചു. അങ്ങനെ തുളസി അറിയാലോ, അസുര പത്നിയായി. എനിക്ക് തോന്നുന്നത് സരസ്വതി ദേവിയാണെന്ന് തോന്നുന്നു തുളസിയെ ശപിച്ചത്. അസുരന്റെ പത്നിയായി വന്നു. അതുപോലെ തന്നെ ചെടിയായി പിറക്കേണ്ടി വന്നു. അതുപോലെ സരസ്വതി ദേവിക്ക് നദിയായിട്ട് വരേണ്ടി വന്നു. പിന്നെ വേറെന്താണ്?
പിന്നെ സരസ്വതി ദേവിക്ക് പിന്നെ എന്താണ് ഭൗതിക സൃഷ്ടിയിലുള്ള ഒരാളുടെ പത്നി സ്ഥാനം അലങ്കരിക്കേണ്ടി വന്നു. അതാണ് ബ്രഹ്മദേവന്റെ പത്നി. കാര്യം ഈ ഒരു ജീവാത്മാവിന്റെ പത്നിയാകുക എന്ന് പറയുന്നത് ഒരു നാണക്കേടല്ലേ ദേവിമാർക്ക്. അങ്ങനെ ഭൗതിക ആ, ഒരു 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 ഭൗതിക ലോകത്തുള്ള ഒരു ജീവാത്മാവിന്റെ പത്നിയാകാൻ എന്നുള്ള യോഗം കൂടെ വന്നു. അങ്ങനെ സരസ്വതി ദേവിക്ക് ശാപം കിട്ടി വന്നാണ് നദിയായതും പിന്നെ ബ്രഹ്മദേവന്റെ പത്നിയായിട്ട് തിരിച്ചു പോകുന്നുമല്ല. ഈ നദി അന്തർധാനം ചെയ്തു. അന്തർധ്യാനം. ഇപ്പോൾ നദിയെ കാണില്ല. പക്ഷെ നമ്മൾ എവിടെ പോകുമ്പോൾ കാണും, അലഹബാദിൽ ത്രിവേണി സംഗമത്തിൽ പോകുമ്പോൾ സരസ്വതി നദി ഏതുവഴി വരും? ഗംഗ, യമുന, സരസ്വതി 3 പുണ്യ നദികളുടെ സംഗമമാണ്. ഇപ്പൊ കുംഭമേള നടന്നില്ലേ? കുംഭമേള അവിടെയുള്ളത്. അപ്പൊ സരസ്വതി എപ്പോഴും ഭൂമിക്ക് അടിയിൽ കൂടെയാണ്. പ്രഭു പറയും മതി. മാനത്തിലാണോ അതിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഉത്ഭവം എവിടുന്ന്? മാത്രം. മാന എന്ന് പറഞ്ഞ അല്ല, അവിടെയാണോ ഒരു കല്ലിന്റെ അടിയിൽ കൂടെ ഒഴുകുന്നതായിട്ട് ഒരു വീഡിയോയിലൊക്കെ അവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ഈ സരസ്വതി നദിയുടെ ഉത്ഭവം, ഈ നദികളുടെ ഗംഗാ നദികളുടെ ഉത്ഭവം ഉണ്ട്. ഗംഗോത്രിയാണ് ഗംഗയുടെ ഉത്ഭവം. യമുനയുടെ ഉത്ഭവം, സരസ്വതിയുടെ ഉത്ഭവം ഒക്കെ പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മൾ ഈ പരിക്രമത്തിന് പോകുന്ന ആചാര്യന്മാരെല്ലാം നമ്മൾ അവിടെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ സരസ്വതി നദി അന്തർധാനം ചെയ്തിരിക്കുന്ന ആയത് കാരണം ചിലപ്പോൾ തുടക്കം ഉണ്ടാകുമായിരിക്കും. പക്ഷെ ബാക്കിയുള്ള എതുവഴിയാ പോകുന്നത്, എങ്ങനെയാ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അതൊക്കെ ഇപ്പോഴും വലിയ രഹസ്യമായിട്ടിരിക്കുകയാണ്. അങ്ങനെ പ്രഭു ആ പേര് ഒന്നുകൂടെ പറയാമോ? 5 ദേവിമാരുടെ മഹാവിഷ്ണുവിന്റെ പത്നിമാര് എന്ന് പറഞ്ഞത് മാതാജി ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ നോക്കിയേ. ഞാനിപ്പോ ഒന്ന് ഇതാണോ? പറയൂ. ഗംഗാദേവി, സരസ്വതി, തുളസി, ലക്ഷ്മി ദേവി, പിന്നെ ധരാരമ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 6 കിട്ടി. അതാണ് ഞാൻ ആലോചിച്ചത്. ധര ഭൂമി ദേവി, രമ ലക്ഷ്മി ദേവി. ആ ഓ ശരി. ഭൂമിദേവിയെ ഭഗവാൻ വീണ്ടും വീണ്ടെടുത്ത എങ്ങനെയാണ്? നരകാസുരനെ അറിയാമല്ലോ. നമ്മുടെ ഈ വരാഹ അവതാരം വന്ന സമയത്താണ് ഭൂമിദേവിയെ വരാഹമൂർത്തി ഉയർത്തിയിട്ട് ആ തേറ്റമേൽ കൊമ്പിന്റെ നേരെ ഉയർത്തിയിട്ട് ഭഗവാൻ വീണ്ടും പത്നിയായി സ്വീകരിച്ചു അല്ലേ? അങ്ങനെ പത്നിയായി സ്വീകരിച്ച് അവർക്കൊരു മകൻ ഉണ്ടായി. മകന്റെ പേരാണ് നരകാസുരൻ, അല്ലെങ്കിൽ ഭൗമാസുരൻ എന്ന് പറയും, ഭൂമിദേവിയുടെ പുത്രനായതുകൊണ്ട്. അത് സത്യഭാമ വീണ്ടും എന്താണ് കൃഷ്ണന്റെ ഭാര്യയായിട്ട് സത്യഭാമയായിട്ട് ഭൂമിദേവി അവതരിച്ചു. ആ സമയത്താണ് സത്യഭാമയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ സ്വന്തം പുത്രനെ വധിക്കുന്നത്. സ്വന്തം പുത്രനെ വധിച്ചിട്ട് അവിടെ തടവറയിലായിരുന്ന 16,000 രാജകന്യകമാരെ എന്ത് ചെയ്തു? മോചിപ്പിച്ച് അവരെ പത്നിമാരായിട്ട് സ്വീകരിച്ചു. അങ്ങനെ മോചിപ്പിച്ചു. 16,000 പത്നിമാരെ അവിടെ നിന്നാണ് കിട്ടിയത്. സ്വന്തം പുത്രനെ എങ്ങനെയായിരുന്നു വരം മേടിച്ചിരുന്നത്? സ്വന്തം അച്ഛൻ തന്നെ വധിക്കണം, അത് അമ്മയുടെ അനുവാദത്തോടു കൂടി. ഇത് രണ്ടും എങ്ങനെ സാധിക്കും? ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരത്തിൽ വന്ന് എന്ത് ചെയ്തു? സത്യഭാമയ്ക്ക് അറിയില്ലായിരുന്നു മകനാണെന്നൊന്നും. സത്യഭാമ ഭഗവാനുമായിട്ട് യുദ്ധം ഭഗവാൻ എന്ന് അഭിനയിച്ചു, ആക്ടിങ് ചെയ്തു അല്ലേ? ഈ അസ്ത്രങ്ങളൊക്കെ ദേഹത്ത് കൊള്ളാൻ തുടങ്ങിയപ്പോ അവനെ ഇപ്പോൾ വധിക്കുമെന്ന് പറഞ്ഞ് സത്യഭാമ ആജ്ഞാപിച്ചു ഭഗവാനോട്. ഭഗവാൻ ഉടനെ നോക്കിയിരിക്കുകയായിരുന്നു കേൾക്കാനായിട്ട്. അമ്മയുടെ അനുവാദത്തോടു കൂടി സ്വന്തം അച്ഛൻ മകനെ വധിച്ചു അല്ലേ? അസുര ജന്മം കിട്ടാനുള്ള കാര്യം എന്താണ്? ഹിരണ്യാക്ഷനുമായിട്ടുള്ള അസോസിയേഷൻ കൊണ്ടാണ്. ഭഗവാനും ഭഗവാന്റെ ഭൂമി ദേവിക്കും അസുരനായിട്ടുള്ള പുത്രൻ ജനിക്കാൻ കാര്യം. അസുരനുമായിട്ടുള്ള അസോസിയേഷൻ ഇല്ല. അപ്പൊ അസോസിയേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതല്ലേ നമ്മൾ എപ്പോഴും പറയുന്നില്ല, അസോസിയേഷൻ 100 വട്ടം പറയുന്നു. സത്സംഗം ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാര്യം ഭഗവാന് ജനിച്ച മകൻ കൂടി ആരായിട്ട് വന്നു? അസുരനായിട്ട് പിറന്നു. കാര്യം ഭൂമി ദേവിയെ ഒരുപാട് നാള് ഈ അസുരൻ എവിടെ താഴ്ത്തി? ഗർഭസമുദ്രത്തിൽ താഴ്ത്തി വെച്ചിരുന്നതുകൊണ്ട് അസുരനുമായിട്ടുള്ള അസോസിയേഷൻ മൂലം എന്ത് ചെയ്തു? ആ ഒരു നെഗറ്റീവ് എനർജി ഭൂമിദേവിയിൽ ഭഗവാൻ ഉണ്ടായ പുത്രനാണെങ്കിൽ കൂടിയും അസുരനായിട്ട് ജന്മമെടുക്കേണ്ടി വന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഈ വ്യാസദേവൻ ആ സരസ്വതി നദിയുടെ സ്നാനം ചെയ്ത ശേഷം ധ്യാന നിരതനായി ഉപവിഷ്ടനായി എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം 16. പരാവരജ്ഞ സാ ഋഷി കാലേന വ്യക്തരംഹസ യുഗധർമ്മ
വ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ പരാവരജ്ഞസ ഋഷി കാലേനാവ്യക്ത രംഹസ യുഗധർമ്മ വ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. ഹരേ കൃഷ്ണ. അപർണ മാതാജി. ഹരേ കൃഷ്ണ. പരാവരജ്ഞസ്യ ഋഷി കാലേന വിത്ത രംഹസ രംഹസ യുഗധർമ്മ വ്യതികാരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. हरे कृष्ण. परावरा ज्ञानः सा ऋषि कलेनावक्ता कालेनाव्यक्ता रंहसा रंहसा युगाधर्म व्यक्तिकारं प्राप्तं भुवि युगे युगे. कृष्ण. मल्लिका माताजी. ഹരേ കൃഷ്ണ. ശ്ലോകം 16. പരാവരജ്ഞ സഹൃഷി കാലേനാവ്യക്തരംഭസ യുഗധർമ്മ വ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ശ്രീല പ്രഭുപാദയുടെ പദാനുപദ തർജ്ജമ ജയ ശ്രീല പ്രഭുപാദ്. പര അവര ഭൂതവും ഭാവിയും അറിയുന്നവൻ സ അദ്ദേഹം ഋഷി വ്യാസദേവൻ കാലക്രമത്തിൽ അവ്യക്തമായ രംഹസ മഹാശക്തിയാൽ ധർമ്മ യുഗാനുസാരികളായ കർമ്മങ്ങൾ വ്യതികരം വിധിവിരുദ്ധങ്ങളായവ പ്രാപ്തമാകുന്നു ഭുവനത്തിൽ യുഗേ യുഗേ വ്യത്യസ്ത യുഗങ്ങളിൽ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്. യുഗധർമ്മങ്ങളിലെ വിധി വൈരുദ്ധ്യങ്ങൾ മഹായോഗിയായ ശ്രീ വ്യാസദേവൻ മുൻകൂട്ടി ദർശിച്ചു. കാലചക്രത്തിലെ അദൃശ്യ ശക്തികളുടെ പ്രഭാവത്താൽ വിഭിന്ന യുഗങ്ങളിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഭൂമിയിൽ അരങ്ങേറുന്നു. യുഗധർമ്മങ്ങളിലെ വിധി വൈരുദ്ധ്യങ്ങൾ മഹായോഗിയായ ശ്രീ വ്യാസദേവൻ മുൻകൂട്ടി ദർശിച്ചു. കാലചക്രത്തിലെ അദൃശ്യ ശക്തികളുടെ പ്രഭാവത്താൽ വിഭിന്ന യുഗങ്ങളിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഭൂമിയിൽ അരങ്ങേറുന്നു. നമുക്കതിന്റെ കൃഷ്ണമാരി മാതാജി ഒന്ന് വായിക്കാം. അതിന്റെ ഭാവാർത്ഥം ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. കൃഷ്ണമാരി മാതാജി ഉറങ്ങിയോ? കൃഷ്ണ. സമയം പോയോ? 8:06 ആയി. മാതാജി ഉറങ്ങി. എന്നാ ഞാൻ തന്നെ വായിക്കാം. വ്യാസദേവനെ പോലെയുള്ള മഹായോഗികൾ മുക്താത്മാക്കളാകയാൽ ഭൂതവും ഭാവിയും മുൻകൂട്ടി ദർശിക്കാൻ അവർക്ക് കഴിയുന്നു. ഇപ്രകാരം കലിയുഗത്തിലെ വിധി വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം ദർശിച്ചു. ആകയാൽ യഥോചിതമായി അജ്ഞതാപൂർണമായ കലിയുഗത്തിൽ സാമാന്യ ജനങ്ങൾക്ക് ക്ഷേമപൂർവമായ ജീവിത നിർവഹണത്തിന് സാധ്യമാകും വിധം ഒരുക്കങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി. ഈ കലിയുഗത്തിൽ താൽക്കാലികമായ ഭൗതിക ഭോഗ വിഷയങ്ങളിൽ സാമാന്യ ജനങ്ങൾ അധികമായി താല്പര്യം പ്രദർശിപ്പിക്കും. ആത്മീയ വിജ്ഞാനത്തിൽ പ്രബുദ്ധരായി തീരേണ്ടതിന്റെ ആവശ്യകതയും ജീവിത നേട്ടത്തിന്റെയും മൂല്യനിർണയം നടത്താൻ അജ്ഞത ഹേതുവാകയാൽ അവർ അസമർത്ഥരായിത്തീരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യാസദേവനെ പോലുള്ള ആൾക്കാർ മുക്താത്മാക്കളാണ് അല്ലെ, ബദ്ധാത്മാക്കളാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ. മുക്താത്മാക്കൾക്കേ ഉള്ളൂ നമുക്കൊക്കെ മുക്തി തരാൻ വേണ്ടിയിട്ടുള്ള ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതാനായിട്ട് പറ്റുള്ളൂ അല്ലെ. മുക്താത്മാക്കളാണ്. അവർക്ക് ഭൂതവും ഭാവിയുമെല്ലാം മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കുന്നവരാണ്. അപ്രകാരം കലിയുഗത്തിലെ വിധി വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം ദർശിച്ചു. കലിയുഗത്തിൽ എന്തൊക്കെ വരാൻ പോകുന്ന കാര്യം അദ്ദേഹത്തിന് നേരത്തെ കൂട്ടി അറിയാമായിരുന്നു. ആകയാൽ യഥോചിതമായി അജ്ഞതാപൂർണമായ കലിയുഗത്തിൽ സാമാന്യ ജനങ്ങൾക്ക് ക്ഷേമപൂർവമായ ജീവിത നിർവഹണത്തിന് സാധ്യമാകും വിധം ഒരുക്കങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി. അതായത് ഭഗവാൻ ഇവിടെ വിട്ടുപോകാൻ നേരത്ത് നാരദമുനി ചോദിച്ചു. ദ്വാപര യുഗത്തിൽ ഭഗവാന്റെ അവതാരം കഴിഞ്ഞ് ഭഗവാൻ ഇവിടെ നിന്ന് വിട്ടുപോകുവാണ്. അപ്പൊ നാരദമുനി കരഞ്ഞുകൊണ്ട് ഭഗവാൻ ഇടയ്ക്ക് ചോദിച്ചു അല്ലെ, അല്ലയോ ഭഗവാനെ, ഇനി വരാൻ പോകുന്നത് എന്താണ്? കലിയുഗമാണല്ലേ. കലിയുഗം വരാമോ? കലിയുഗം എന്തുമാത്രം ഭീകരമായ ഒരു യുഗമാണ് അല്ലെ. കലിയാണ് അവതരിച്ചിരിക്കുന്നത് അല്ലെ. ഇനി അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾക്ക് ഇനി എന്താണ് ഒരു ആശ്രയം? ജനങ്ങൾക്ക് എന്താണ് ഒരു ആശ്രയം എന്നുള്ള ഭഗവാൻ ഉത്തരം കൊടുത്താണല്ലേ, ഞാൻ എന്നെ തന്നെ ശ്രീമദ് ഭാഗവതമായിട്ട് കലിയുഗത്തിലെ എല്ലാ ആൾക്കാരുടെയും
ക്ഷേമത്തിനായിട്ടും ഐശ്വര്യത്തിനായിട്ടും നൽകിയിട്ട് പോകുന്നു. ആ ഭാഗവതമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം മഹത്വമാണെന്ന് നോക്കണം. കാര്യം ഈ ഭാഗവതം ഇതിനകത്ത് ചോദ്യോത്തരം തന്നെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് മരിക്കാൻ ഒരാൾ കാത്തിരിക്കുവാണ്. ആരെ? പരീക്ഷിത് മഹാരാജാവ് അല്ലെ. ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നൽകിയ ഉത്തരം എന്താണ്? ഞാൻ ക്ഷേമത്തിനായിട്ട്, എല്ലാവർക്കും ക്ഷേമം. ഒരു രാജാവിന്റെ ഉദ്ദേശം എന്താണ്? പ്രജകൾക്കും എല്ലാവർക്കും ക്ഷേമമായിട്ട് ഞാൻ ഇനി എന്താണ് ഈ 7 ദിവസം കൊണ്ട് ചെയ്തു തീർക്കേണ്ടത്? ലോക കല്യാണത്തിനായി, ലോക മംഗളത്തിനായി ഞാൻ എന്ത് ചെയ്ത് തീർക്കും എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ശ്രീമദ് ഭാഗവത ശ്രവിക്കുക. അത്രയും വലിയൊരു കാര്യമില്ല. ലോക കല്യാണത്തിനായി, ലോക മംഗളകാരിയാണ് ശ്രീമദ് ഭാഗവതം. യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും ഇല്ലാത്ത ഒരു ഗ്രന്ഥം, എല്ലാ അമംഗളങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ല ഈ ഭൂതലത്തിൽ. ഒരു വേദങ്ങളോ ഒരു ഉപനിഷത്തുകളോ ഒന്നും തന്നെ ഉപമിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ ഉപരിയാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വം. കാര്യം എന്താണ്? ശ്രീമദ് ഭാഗവതം എന്താണ്? ഒരു ഭാവ അല്ലെങ്കിൽ പ്രേമ ലെവലിൽ വരെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നതാണ്, ഒരു ശ്രോതാവിനെ എത്തിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതുപോലെ തന്നെ അത് മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്. നമ്മുടെ ഭൗതിക മരണമല്ല, ആധ്യാത്മിക മരണത്തിൽ നിന്ന് പരീക്ഷത്തിനെ എങ്ങനെ രക്ഷിച്ചു, അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരെയും ആധ്യാത്മിക മരണത്തിൽ നിന്ന് ശ്രീമദ് ഭാഗവതം രക്ഷപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോക്ഷപ്രാപ്തി അല്ലെ. അപ്പം ഈ കലിയുഗത്തിൽ താൽക്കാലികമായ ഭൗതിക ഭോഗ വിഷയങ്ങളിൽ സാമാന്യ ജനങ്ങൾ ആധിക്യമായി താല്പര്യം പ്രദർശിപ്പിക്കും. അപ്പൊ കലിയുഗത്തിലെ ജനങ്ങൾ എന്താണ്? താൽക്കാലിക മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടും ചില ഭൗതിക ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അതും ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു വെക്കും. അപ്പൊ അങ്ങനെ ആത്മീയ വിജ്ഞാനത്തിൽ പ്രബുദ്ധരായി തീരേണ്ടതിന്റെ ആവശ്യകതയും ജീവിത നേട്ടത്തിന്റെയും മൂല്യനിർണ്ണയം നടത്താൻ ജ്ഞാത ഹേതുവാകയാൽ അവർ അസമർത്ഥരായി തീരുന്നു. അപ്പൊ കലിയുഗത്തിലുള്ള ജനങ്ങളുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അതിന്റെ സൊല്യൂഷൻ ഒന്നും കാണാൻ പറ്റുന്നത്. താൽക്കാലികമായ ഉപായങ്ങളൊക്കെ കണ്ടെത്തി അതിലൊക്കെ പരാജയപ്പെട്ട് അവര് എന്താണ് ഒരിക്കൽ ഒരു കയറെടുക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഡിപ്രഷൻ അടിച്ച് നടക്കുക. ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം അല്ലെ കലിയുഗത്തില്. അതുപോലെ ഹിന്ദുക്കളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ കൂടുന്നത്. കാര്യം എന്താണ്? അവർക്ക് ശരിയായിട്ടുള്ള നോളേജ് ഇല്ല. നമ്മൾ ഭഗവാൻ തന്ന ആത്മാവിനെ നിർബന്ധിച്ച് ഇറക്കി വിടാണ്ട് ഒരാൾക്കും അധികാരമില്ല. എത്ര നാൾ ഈ ഭൂമിയിൽ അലിഞ്ഞിരിഞ്ഞ് നടക്കണം പ്രേതമായിട്ട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ? ഇതൊന്നും ശരിയായിട്ടുള്ള ജ്ഞാനം കിട്ടാത്തത് കൊണ്ടാണ്. ഹിന്ദുക്കൾ അവരുടെ മതവും ധർമ്മവും ഒന്നും പഠിക്കാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് അവർക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഈ വ്യാസദേവൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയിൽ എന്തൊക്കെ അരങ്ങേറും, എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്, ഇനി അതിനൊക്കെയുള്ള സൊല്യൂഷൻ, ഒരേ ഒരു സൊല്യൂഷൻ എന്താണ്? നമ്മള് ഭഗവാന്റെ മന്ത്രം ജപിച്ചിട്ട് ഭഗവാനിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത്. ആ 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതം എഴുതിയിട്ട് അവസാനത്തെ 18,000ാമത്തെ ശ്ലോകം ഏതാണ്? 18,000 ശ്ലോക ഇൻ ശ്രീമദ് ഭാഗവത. ഹൂ ക്യാൻ സേ? ആർക്കാണ് പറയാൻ പറ്റുന്നത്? അതെല്ലാവരും കാണാതെ പിടിച്ചോണം. വളരെ എളുപ്പമാണ്. ഏറ്റവും അവസാനത്തെ ഭാഗവത്തിലെ ശ്ലോകം അതോടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സമയം പോയി. ആരൊക്കെയോ ലീവ് ചെയ്തു. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാമോ പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്രയും ശ്ലോകങ്ങൾ 18,000 ശ്ലോകങ്ങൾ പറഞ്ഞിട്ട് അവസാനം എന്താണ് പറയുന്നത്? നാമസങ്കീർത്തനം യസ്യ, നാമസങ്കീർത്തനം അല്ലാതെ വേറൊരു വഴിയില്ല. സർവപാപ പ്രണാശനം, എല്ലാ പാപങ്ങളും തീരാനായിട്ട് നാമസങ്കീർത്തനം അല്ലാതെ വേറൊരു മാർഗവുമില്ല. ദർ ഇസ് നോ അതർ സൊല്യൂഷൻ, ഓൺലി നാമസങ്കീർത്തന, റിസൈറ്റിംഗ് ദ ഹോളി നെയിം ഓഫ് ലോർഡ് ഹരി. സർവപാപ പ്രണാശനം, പ്രണാമോ ദുഃഖശമന, അതായത് ദുഃഖം ശമിപ്പിക്കാനായിട്ട് കഴിവുള്ള ഒരേ ഒരാളെ ഞാൻ പ്രണമിക്കുന്നു. ആരെയാണ്? ആരുടെ നാമമാണോ ജപിക്കുന്നത് അദ്ദേഹത്തിന് ഞാൻ പ്രണമിക്കുന്നു. പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. അങ്ങനെയുള്ള ഹരി, ആരുടെ നാമമാണോ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ മുക്തരാക്കുന്ന ആ ഹരിയെ ഞാൻ പ്രണമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീമദ് ഭാഗവതം അവസാനിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ഗ്രന്ഥരാജ് കി ജയ്, ശ്രീ പ്രഭുപാദ് കി ജയ്, ഗുരുമഹാരാജ് കി ജയ്, വ്യാസദേവ് കി ജയ്, ഗൗര പ്രേമാനന്ദേ, ഹരി ഹരി ബോൽ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
ഇനി ഹരേ സംശയം കൃഷ്ണ, സംശയം സംശയം ചോദിക്കട്ടെ പ്രഭു? കൂടുതലുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡൊക്കെ നിർത്തി കഴിഞ്ഞ് അത്യാവശ്യക്കാര് തിരക്കുള്ളവർ പോയി കഴിഞ്ഞ് ചോദിക്കാം. അല്ലാത്തോ. ഹരേ കൃഷ്ണ. ഒരു ഒരു സം- ഒരു സംശയം ചോദിക്കട്ടെ പ്രഭു? ആ അല്ല, നമ്മളെ ബ്രഹ്മാവിന്റെ പിന്നെ മകളായിരുന്നല്ലോ സരസ്വതി. ബ്രഹ്മാവ് സൃഷ്ടിച്ചല്ലേ സരസ്വതിനെ. അപ്പൊ സരസ്വതിയിൽ ബ്രഹ്മാവിന് ആഗ്രഹം തോന്നിയപ്പം പിന്നെ സനൽകുമാരന്മാരൊക്കെ അച്ഛനെ കളിയാക്കി. കാരണം സ്വന്തം മകളല്ലേ, അപ്പൊ കളിയാക്കി. മകളിൽ മോഹം ജനിക്കാന്ന് പറഞ്ഞ മോശാന്ന് പറഞ്ഞപ്പോ അന്നേരം ആ ബ്രഹ്മാവ് ശരീരം ഉപേക്ഷിച്ച് വേറെ ശരീരം സ്വീകരിച്ചു പറഞ്ഞ്. അപ്പൊ ആ സരസ്വതിയാണ് ഒപ്പം നിന്ന് പ്രഭു പറഞ്ഞ സരസ്വതി നദിയാണെന്ന് സംശയം. ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ ഭാര്യയായിട്ടുള്ള സരസ്വതി ആദി സരസ്വതി എന്ന് പറയാം. ആദി സരസ്വതി. ആ ഓക്കെ. ഈ ആദി സരസ്വതി ഈ മഹാവിഷ്ണുവിന്റെ 5 പത്നിമാര് തമ്മിൽ പരസ്പരം കലഹമുണ്ടായി അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുന്നുണ്ട്. ലക്ഷ്മി ദേവി മാത്രം അതിൽ ആ പങ്കെടുത്തില്ല. ലക്ഷ്മി ദേവി മാത്രം. ലക്ഷ്മി ദേവിക്ക് ഒരു ശാപം കിട്ടിയെന്നാണ് എന്റെ ഓർമ്മ. അതായത് എന്താണ്, ഒരു സ്ഥലത്ത് നീ സ്ഥിരമായിട്ട് നിക്കത്തില്ല എന്ന് പറഞ്ഞ് ഒരു ശാപം കിട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ലക്ഷ്മി ദേവി അതെ, ആരുടെ അടുക്കല് നിക്കാറില്ല അല്ലെ? ശരിയായിട്ടില്ല. സ്ഥിരമായിട്ട് അതെ നിക്കാറില്ല. ഒരു സ്ഥലത്ത് നീ സ്ഥിരമായിട്ട് ഇല്ല. നിക്കത്തില്ല എന്ന് പറഞ്ഞ ശാപം കിട്ടി. ഭൂമിദേവിക്ക് ശാപം കിട്ടി അല്ലെ? അസുരനെ ജന്മം കൊടുക്കേണ്ടി വന്നു. ഭൂമിദേവിയെ താഴ്ത്തപ്പെട്ടു. ആ, അസുരന് ജന്മം കൊടുക്കേണ്ടി വന്നു. പിന്നെ സരസ്വതി ദേവിയെ നദിയായി പോകാനും അതുപോലെ തന്നെ എന്താണ് ഈ ഭഗവാന്റെ സൃഷ്ടിയിലുള്ള ഒരു ജീവാത്മാവിന്റെ പത്നി ആകാനായിട്ടുള്ള ശാപമാണ് കൊടുത്തത്. ആ മനസ്സിലല്ലേ? പത്നി ഉം. ആകാനായിട്ടുള്ളത്. അപ്പം ഈ ആ ശാപം കിട്ടിയ സരസ്വതി ദേവി യഥാർത്ഥത്തിൽ ഭഗവാന്റെ കൂടെ ഒറിജിനലി ഉണ്ട്. ഇവരെല്ലാവരും ഈ 5 പേരും ഭഗവാന്റെ കൂടെ എപ്പോഴും ഉണ്ട്. പക്ഷെ അവരുടെ അവതാരങ്ങളാണ് ഈ ബ്രഹ്മദേവന്റെ മകളായിട്ട് ബ്രഹ്മദേവന്റെ പുത്രിയായിട്ട് അതെ ജനിച്ചു. തിരിച്ചത്. പിന്നീട് ആ ഭാര്യ പദവി അലങ്കരിച്ചു. അതെന്തിനു അതാണ് വേണ്ടിയിട്ടാണ് ഭാര്യ പദവി അലങ്കരിച്ചത്? എപ്പോഴും ഒരു സംശയ പ്രകൃതി. കാരണം ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതി ബ്രഹ്മാവിന്റെ ഭാര്യ സ്വന്തം മോളല്ലേ. എന്നിട്ടല്ലേ ഞാനിങ്ങനെ വിചാരിക്കും, ഓരോരുത്തരോട് സംശയം ചോദിച്ചും ചെയ്യൊന്നും ക്ലിയർ ആയിട്ട് കിട്ടാറില്ല. അപ്പൊ അതെ അല്ലേ? ഇതെങ്ങനെ ഭാര്യയായിട്ട് വന്നു? ഫോട്ടോയിലൊക്കെ ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതി അല്ലേ ഭാര്യ തന്നെയാണ്. പറയുന്നതൊക്കെ. അപ്പൊ പക്ഷെ ഇതെന്താണ്, ബ്രഹ്മദേവന് ഈ പറയുന്ന സൃഷ്ടി ചെയ്യാനായിട്ട് എന്ത് വേണം? ജ്ഞാനം വേണം ഭഗവാന്റെ അല്ലെ? ജ്ഞാനം, അറിവ്. അജ്ഞാനം വേണം. അപ്പൊ അറിവിന്റെ അതെ ദേവതയായിട്ടുള്ള സരസ്വതി ദേവി കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ സരസ്വതി. എന്താണ് ഈ പറയുന്ന ജ്ഞാനം കിട്ടുള്ളൂ. അങ്ങനെ ബ്രഹ്മപത്നിയായി മാറി, ബ്രഹ്മിണിയായി മാറി. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭഗവാൻ നിയോഗിച്ചിരിക്കുന്നതാണല്ലേ ജ്ഞാനം കൊടുക്കാൻ, സൃഷ്ടി നടത്താനായിട്ട്. ആരാണ് 24 മൂലകങ്ങളെ കൊടുത്ത 96 തത്വങ്ങളെ? ഭഗവാൻ. നമ്മളൊരു കറി ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞില്ല, ഒരു സാമ്പാർ ഭഗവാൻ ഉണ്ടാക്കുമ്പോൾ എന്താണ്, കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തു, മസാലകളെല്ലാം ഇട്ടു. ഇതൊക്കെ ആരാണ്? കഷ്ണങ്ങളെയൊക്കെ ആര് കൊടുത്തു? ഭഗവാൻ കൊടുത്തു. സ്റ്റൗവും ഭഗവാൻ തീയും ആര് കൊടുത്തു? ഭഗവാൻ കൊടുത്തു. പാത്രം ആര് കൊടുത്തു? ഭഗവാൻ ഭഗവാൻ കൊടുത്തു. മസാല ആര് കൊടുത്തു? ഭഗവാൻ കൊടുത്തു. അതുപോലെ തന്നെ ബ്രഹ്മദേവൻ എന്താണ്, ഇന്ന് ആ സ്റ്റൗ ഇങ്ങനെ ഒന്ന് ഓണാക്കി തീ കത്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്രഹ്മദേവൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. എന്നിട്ട് ആ സാമ്പാർ കോരി നമുക്ക് തന്നിട്ട് പറഞ്ഞു, ഈ സാമ്പാർ ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം മനസ്സിലാകുന്നുണ്ട്. സൃഷ്ടി ആരാണ് ശരിക്കും നടത്തുന്നത്? ഭഗവാൻ നടത്തി. ബ്രഹ്മദേവനെ ഒരു ഭഗവാനാണ്. ടൂളാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? ഇത്രയും ചെയ്യാമെങ്കിൽ ഭഗവാൻ അതുകൂടെ ചെയ്താൽ പോരെ? ഇത്രയും ഭഗവാൻ ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ കൊടുത്തു അല്ലേ? മുഴുവൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്രഹ്മദേവനെ സൃഷ്ടിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പത്നിയായിട്ടുള്ള ആദി സരസ്വതിയുടെ ഒരു അവതാരത്തെ എന്താണ് ബ്രഹ്മദേവന്റെ സൃഷ്ടിയായിട്ട് തന്നെ മകളായിട്ട് വന്നു. എന്നിട്ട് ഭാര്യാസ്ഥാനം അലങ്കരിച്ച് എന്ത് ചെയ്തു? സൃഷ്ടിയിൽ സഹായിക്കുന്നു. നമ്മുടെ കണ്ണികൂടെ നോക്കുമ്പോൾ നമുക്ക് പുത്രിയാണോ ഭാര്യയാക്കിയെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ റൂട്ട് ഇങ്ങനെയാണ്. മനസ്സിലായല്ലോ മുതൽ? മനസ്സിലായി. ഭാഗവതത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ മകളെ ഭാര്യയാക്കി വെച്ചിരിക്കുകയാണോ, അത് ചെയ്ത അപരാധമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭാഗവതത്തിൽ തന്നെ വേറൊരു ചാപ്റ്ററിൽ ഇത് ചോദ്യം വരുന്നുണ്ട്. ബ്രഹ്മദേവനെ കളിയാക്കി. അതുപോലെ തന്നെ ബ്രഹ്മദേവന്റെ പുത്രന്മാരൊക്കെ സനൽകുമാരന്മാരൊക്കെ കളിയാക്കി. കളിയാക്കി. ബ്രഹ്മാവ് ബ്രഹ്മദേവൻ അവരെ ശപിക്കുന്നുണ്ട്. അവരെ ബ്രഹ്മദേവനെ കളിയാക്കിയവരൊക്കെ ബ്രഹ്മദേവൻ ശപിക്കുന്നുണ്ട്.
അതൊക്കെ ഉണ്ട്. ഇനി ഭാഗവതം തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാം. അത് വരുന്നുണ്ട്. മാതാജി പറഞ്ഞ ഹരേ ഒക്കെ കൃഷ്ണ പ്രഭു. ശരി തന്നെയാണ്. കാര്യം അങ്ങനെ ഉണ്ട്. പുത്രി ഇത് ഭാഗവതത്തിൽ തന്നെ പറയുന്നതാണ്. പുത്രിയെ ഈ ഭാര്യയാക്കി വെച്ചു, അല്ലെങ്കിൽ ആഗ്രഹം തോന്നി പുത്രിയോട്. ഇതൊക്കെ. അതെ. ഹരേ കൃഷ്ണ. ഹരേ വേറെ കൃഷ്ണ സംശയം? പ്രഭു. ഹരേ കൃഷ്ണ. വേറെ ഏതെങ്കിലും സംശയം? ഓക്കെ, എന്നാ ഒരു പോയിന്റ് മാതാജി, മല്ലിക മാതാജി ഒരു പോയിന്റ് പറഞ്ഞു, എന്നിട്ട് ലീവ് ചെയ്തു. ആ ഇല്ല പറയട്ടെ. ഓർക്കുന്നില്ല? സരസ്വതിയുടെ കാര്യം പറഞ്ഞപ്പോ ഈ പോയിന്റിന്റെ എല്ലാം കാര്യങ്ങൾ മറന്നുപോയി. എല്ലാം വിട്ടുപോയി. പോയിന്റ് മറന്നു. ഉം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഇപ്പൊ ശൗനകാദി മഹർഷികള് ഗോസ്വാമിയോട് ചോദിക്കുകയാണ്, വേദങ്ങളിൽ അല്ലാത്ത ചോദ്യങ്ങളിൽ അങ്ങേക്ക് ഉത്തരം പറയാൻ സാധിക്കും എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് ഇന്നത്തെ ശ്ലോകങ്ങള് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഭഗവാൻ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്ത വേദങ്ങള് ബ്രഹ്മദേവൻ നാരദമുനിക്ക് പറഞ്ഞു കൊടുത്തു. നാരദമുനി വ്യാസദേവന് പറഞ്ഞു കൊടുത്തു. അത് 4 വിഭാഗങ്ങളായിട്ട് പകുത്തു. പിന്നെ പരിവ്രാജക ലെവലിൽപ്പെട്ട ആളാണ് സൂത ഗോസ്വാമി ആയതുകൊണ്ടാണ് അങ്ങേക്ക് ഉത്തരം പറയാൻ കഴിയുമെന്ന് ശൗനകാദി മഹർഷികൾ പറയുന്നത്. ഇപ്പൊ വാസുദേവന്റെ പിതാവിന്റെ പേര് പരാശുരമുനിയും മാതാവിന്റെ പേര് സത്യവതിയുമാണ്. ഭഗവാന് ഒരു ഡെഫിനിഷൻ കൊടുത്തത് പരാശര മുനിയാണ്. പിന്നെ വ്യാസദേവനെ പോലെയുള്ളവർ മുക്താത്മാക്കളാണെന്ന് പറയുന്നു. കലിയുഗത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു. അദ്ദേഹം കലിയുഗത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി നാരദമുനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭാഗവതം രചിച്ചത്. ഭാഗവതം സ്വയം ഭഗവാൻ തന്നെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപർണ മാതാജിക്കും പിന്റു പ്രഭുവിനൊക്കെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഞാനിവിടെ മറ്റേ ഈ ചക്ര പറഞ്ഞില്ലേ പ്രഭു, ചക്ര 28th നമ്പർ ചക്രല്ലേ ആണോ ത്രേതായുഗ് സെക്കൻഡ് പൊസിഷനിൽ വന്നു. ആ യുഗിലെ റൊട്ടേഷനിൽ 28ാമത്തെ റൊട്ടേഷനിൽ. ഇതൊന്ന് മാറി വന്നത് അല്ലെ? ത്രേതായുഗം 2ാമതും ദ്വാപരയുഗം 3ാമതും വന്നത്. ആ ദ്വാപരയുഗ സന്ധ്യയിലാണ് ആര് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചതും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ആരായിട്ട് അവതരിച്ചു? കൃഷ്ണദ്വൈപായന വ്യാസദേവനായിട്ട് പരാശര മുനിയുടെയും സത്യവതിയുടെയും മകനായിട്ട് അവതരിച്ചു. പരാശര സത്യവതിന്റെ വാസുദേവൻ കൃഷ്ണൻ. പിന്നെ ഭഗവാന്റെ ഡെഫിനേഷൻ പരാശർ മുനി തന്നെയായിരുന്നു. പിന്നെ ഭഗവാനിന്റെ 6th ക്വാളിറ്റീസ് ഉണ്ട്. അതിലെ ഐശ്വര്യ, സമ്പത്തി, ജ്ഞാനം, കീർത്തി, ബാലം, പിന്നെ ഒരെണ്ണം മിസ്സായി പോയി. വൈരാഗ്യം. വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്യാഗം അല്ലെങ്കിൽ ത്യജിക്കുക അല്ലേ? ഭഗവാൻ അത്രയും വൈരാഗ്യമായിട്ടുള്ള ഒരാളില്ലല്ലോ അല്ലെ? അത്രയും ഗോപികമാരെയും എല്ലാം വിട്ടിട്ടല്ലേ ഭഗവാൻ പോകുന്നത്? ത്യജിച്ചിട്ട് സർവ്വതും ത്യജിച്ചിട്ടാണ് ഭഗവാൻ മധുരയിലേക്ക് പോയതും പിന്നെ അവിടെ ദ്വാരകയിലേക്ക് പോയതും അല്ലേ? അത് എത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഭഗവാൻ ചെയ്തത് അല്ലേ? അപ്പൊ അത്രയും ചെയ്യാൻ പറ്റുന്ന വ്യക്തിയില്ല അല്ലെ? ഇത്രയും ഗോപികമാരെ അത്രയും സുഹൃത്തുക്കളെയും വിട്ടിട്ടാണ് മധുര പോയതും ദ്വാരക പോയതൊക്കെ. ഹരേ കൃഷ്ണ. അപ്പം പിന്നെ കറന്റ്ലി ബ്രഹ്മദേവന്റെ പേര് വൈരാജൻ. അടുത്ത നെക്സ്റ്റ് ബ്രഹ്മദേവൻ ഹനുമാൻജി, പിന്നെ അതിന്റെ നെക്സ്റ്റ് ഇന്ദ്ര. ആരാണ്? നെക്സ്റ്റ് ഇന്ദ്ര, പിന്നെ ഹനുമാൻജി. നെക്സ്റ്റ് ഇന്ദ്ര ആരാണെന്ന് ചോദിച്ചാൽ ഹൂ ഇസ് ദ നെക്സ്റ്റ്? ബ്രഹ്മദേവൻ. നോ. നെക്സ്റ്റ് ഇന്ദ്ര ഇസ് മഹാബലി. Okay. Next Vyasadeva. Next Vasudeva is Aswathama. Hari Bol. Okay.
താങ്ക് യു പിന്നെ പ്രഭു വിഷ്ണു മാതാജി. മഹാവിഷ്ണുവിന്റെ 1, 2, 3, 4, 5 5 വൈഫ് ഉണ്ടായിരുന്നു. ധര, രമ, തുളസി, സരസ്വതി ആൻഡ് ഗംഗ. രമ, തുളസി, സരസ്വതി, ഗംഗ. ധര, രമ, തുളസി, സരസ്വതി, ഗംഗ. ആ, ഹരി ബോൾ. ഹരേ ഹരേ കൃഷ്ണ. താങ്ക് യു എല്ലാവർക്കും. താങ്ക്സ്. അതുപോലെ തന്നെ ഞാനൊരു നമ്മള് പോയിന്റ് പറയട്ടെ മാതാജി ഞാനൊരു പോയിന്റ് പറഞ്ഞോളൂ. പറയട്ടെ പ്രഭു. പറയുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപര യുഗത്തിൽ അവതരിച്ചു. പക്ഷെ ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ പ്രാധാന്യവും ഒക്കെ അറിയിക്കാനും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടി വ്യാസദേവനായി ഭഗവാൻ പിന്നെ പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും മകനായി ജനിച്ചു. ആ വ്യാസദേവൻ തന്റെ പിന്നെ നാരദനിൽ നിന്ന് നാരദനായ തന്റെ ഗുരുവിൽ നിന്ന് ലഭിച്ച ആ ജ്ഞാനം ഉപയോഗിച്ച് ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ പ്രാധാന്യവും ഉൾക്കൊണ്ട് ഭാഗവതം രചിച്ചു. ആ ഭാഗവതാണ് പരീക്ഷിത് മഹാരാജാവിനെ 7 ദിവസത്തെ മരണം കാത്തുകിടക്കുന്ന മഹാരാജാവിനെ സ്വന്തം മരണം വരുന്ന ഒരു വിരുന്നുകാരനെ പോലെ സ്വീകരിക്കാൻ പരീക്ഷിത് മഹാരാജാവിനെ സന്നദ്ധിയാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഈ കലിയുഗത്തിൽ ഏറ്റവും വലുത് ഏറ്റവും നല്ലത് മനുഷ്യന്മാര് സമാധാനം ശാന്തിയായിട്ട് ജീവിക്കാനും വേണ്ടി ഭാഗവതം തന്നെ. ലോകക്ഷേമവും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട്, ലോകത്തിന്റെ ക്ഷേമം മുഴുവൻ ആ ഓർത്തിട്ടാണ് അല്ലെ. ലോകത്തിന്റെ ഐശ്വര്യത്തിന്. അതായത് ഒരു വ്യക്തിയെ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ക്ഷേമവും, കംപ്ലീറ്റ് പ്രജകളുടെ ക്ഷേമവും മോക്ഷവും ഫൈനലി കിട്ടുന്ന മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത് അല്ലെ. കലിയുഗത്തിലെ ജനങ്ങൾക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. ശ്രീമദ് ഭാഗവത്തെ മുറുക്കെ പിടിച്ച് പുണർന്ന് അതിനെ സേവിച്ചാൽ മാത്രം മതി അല്ലേ. പിബത അതെ പിബത ഭാഗവതം രസമാല എന്നാണ് പറയുന്നത്. ഭാഗവത രസം കുടിക്കുക. എങ്ങനെയാണ് ഭാഗവത രസം കുടിക്കുന്നത്? നമ്മളിപ്പോ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? ആ കുടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. എന്നിട്ട് നമ്മളിത് തന്നെത്താനെ പാരായണം ചെയ്ത് നമ്മൾ ഇതിന്റെ ലീലകളിൽ കൂടെ, ഭഗവാന്റെ ലീലകളിൽ കൂടെ പോകുമ്പോഴത്തേനും ഈ രസം നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. ഭാഗവത രസം, ഭഗവാന്റെ ലീലകളൊക്കെ ഇങ്ങനെ വരുമ്പോ അങ്ങനെ രസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗ്രാജുവലായിട്ട് ആ രസം ഉണ്ടാവുള്ളൂ. പിബത ഭാഗവതം കുടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കേൾക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ പാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. എങ്ങോട്ടേക്ക്? ഹൃദയത്തിലേക്ക്, വയറ്റിലേക്കല്ല. വയറ്റിലേക്ക് പോയാൽ അത് വിസർജിക്കും അല്ലെ. അതുകൊണ്ട് എങ്ങോട്ടൊക്കെയാണ്? ഹൃദയത്തിലേക്കാണ് അത് പോകുന്നത് പാനം ചെയ്യുമ്പോൾ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും വാചാകൽപതരുവശ കൃപാസന്ധി ഭേവിച്ച പ്രധാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവന്തി കീ ജായ്.